ദൈവത്തിന് സ്തോത്രം. വീണ്ടും വരുന്നവനെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നല്ല നാമം ഈ നല്ല വിശുദ്ധ ഞായറാഴ്ചയുടെ പകൽക്കാലവും നമ്മുടെ മധ്യേ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ഒരുമിച്ച് നല്ല കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും പാടി ആരാധിക്കുവാനും സ്വർഗത്തിലെ വലിയവനാകുന്ന ദൈവം നമുക്കൊരുക്കി തന്ന വിലയേറിയ നല്ല അവസരത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആ നല്ല കർത്താവിനെ നമുക്കൊരുമിച്ച് സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. ഒരുമിച്ച് ആ നല്ല കർത്താവിനെ അല്പസമയം സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. നമ്മെ നന്നായി അറിയുന്ന നല്ല കർത്താവിനെ, ഈ നല്ല പകലിലേക്ക് നമ്മെ കരം പിടിച്ചു നടത്തിയ നല്ല കർത്താവിനെ ആരാധിക്കുവാൻ യോഗ്യനായവനെ, ആരാധിക്കുവാൻ യോഗ്യത ഉള്ളവരാക്കി അവൻ്റെ സന്നിധിയിൽ നമ്മെ നിർത്തിയിരിക്കുന്ന വലിയ ദയയ്ക്കായി, വലിയ സ്നേഹത്തിനായി ഒരുമിച്ച് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കരങ്ങളെ തട്ടി അധരങ്ങൾ തുറന്ന് അന്യഭാഷകളിൽ, ലോകത്തോടല്ല അടുത്തിരിക്കുന്നവരോടല്ല, അന്യഭാഷയിൽ, ദൂതന്മാരുടെ ഭാഷയിൽ, ദൈവത്തിൻ്റെ ഭാഷയിൽ ദൈവത്തോട് സംസാരിച്ച യേശുവിൻ നാമത്തിൽ ഹൃദയങ്ങളെ തുറന്ന് അധരങ്ങളെ തുറന്ന് കരങ്ങളെ തട്ടി യേശുവിൻ നാമത്തിൽ ആ നല്ല കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. ആരാധനയ്ക്ക് യോഗ്യനായവനെ, ഒരിക്കൽ കൂടി ആരാധനയ്ക്ക് യോഗ്യനായവനെ, നിന്റെ ആരാധന സ്വീകരിക്കുവാൻ സ്വർഗത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് കാത്തിരിക്കുന്ന നല്ല ദൈവത്തെ ഒരുമിച്ച് സ്തുതിച്ച് താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ താങ്ക് യു ലോർഡ്. നാന്ദി യേശുവേ, നാന്ദി രാജാവേ, നാന്ദി കർത്താവേ. ഈ നല്ല പകലിലും ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ലോകമെമ്പാടും ഭക്തലക്ഷങ്ങൾ അങ്ങേ സ്തുതിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ, അങ്ങേ ആരാധിച്ച് ജയമെടുക്കുമ്പോൾ, ഈ പകലിൽ ഞങ്ങൾ സ്തുതിക്കുന്ന ഞങ്ങൾ ആരാധിക്കുന്ന കർത്താവേ, ആരാധനയ്ക്ക് യോഗ്യനായവനെ, സ്തുതികൾക്ക് യോഗ്യനായവനെ, സകല മാനത്തിനും സകല മഹത്വത്തിനും സകല പുകഴ്ചയ്ക്കും അർഹനായ ഞങ്ങളുടെ നല്ല കർത്താവേ, അങ്ങ് നല്ലവൻ, അങ്ങ് വിശ്വസ്തൻ. ആ നല്ല കർത്താവിനെ സ്തുതിച്ചാട്ടെ. നല്ലവനായ നല്ല കർത്താവിനെ, വിശ്വസ്തനായ നല്ല കർത്താവിനെ, നിന്നോട് കൂടിയിരിക്കുന്ന നല്ല കർത്താവിനെ, നിന്റെ ആവശ്യങ്ങൾ അറിയുന്ന നല്ല കർത്താവിനെ, നിന്നെ കരുതി പരിപാലിക്കുന്ന നല്ല കർത്താവിനെ, നിന്നെ വഴി നടത്തുന്ന നല്ല കർത്താവിനെ ഈ നല്ല പകലും ഒരുമിച്ച് താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നാന്ദി യേശുവേ, നാന്ദി രാജാവേ, നാന്ദി കർത്താവേ. ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന ഞങ്ങളങ്ങേ ആരാധിക്കുന്ന കർത്താവേ, ഞങ്ങളങ്ങേ ഉയർത്തുന്ന കർത്താവേ, ഞങ്ങളങ്ങയുടെ നാമത്തെ ഉയർത്തുന്നു. ഹോളിനകത്തായിരിക്കുന്നവർ, ലൈവിൽ വീക്ഷിച്ചു കൊണ്ടായിരിക്കുന്നവർ, സ്തോത്രം, വായ്കളെ തുറക്കുവാൻ സാഹചര്യം അനുവദിക്കുന്നവർ ഒരുമിച്ച് വായ്കളെ തുറന്ന്, സ്തോത്രം, ഒരുമിച്ച് വായ്കളെ തുറന്ന്, വായ്കളെ തുറക്കുവാൻ മടിക്കരുത്. നിന്റെ വായിന് തുറക്കിപ്പിക്കത്തില്ല എന്ന്, വായ് തുറന്ന് ഒരു വാക്ക് മിണ്ടുവാൻ നിന്നെ അനുവദിക്കത്തില്ല എന്ന് കഴിഞ്ഞ ആഴ്ച മുഴുവൻ പോരാടിയ ശത്രുവിനോട് എതിർത്ത് നിൽക്കുവാൻ നിനക്ക് ബലം തന്ന നല്ല കർത്താവിനെ ഇന്ന് പകലിലും വായ് തുറക്കുവാൻ വായ് തുറക്കുവാൻ അവസരം ലഭിച്ചവർ, സ്തോത്രം, വായ്കളെ തുറന്ന് അധരങ്ങളെ തുറന്ന് കരങ്ങളെ തട്ടി അന്യഭാഷകളിൽ, സ്തോത്രം, യേശുവിൻ നാമത്തിൽ നല്ല കർത്താവിനെ ശരീരം കൊണ്ട് ആരാധിച്ചാട്ടെ. നല്ല കർത്താവിനെ ഹൃദയത്തെ വിട്ടുകൊടുത്ത് ആരാധിച്ചാട്ടെ. നിന്നെ എഴുന്നേൽപ്പിക്കത്തില്ല എന്ന്, നീ കിടക്കടയിലേക്ക് പ്രവേശിച്ച സമയത്ത് നിന്നെ എഴുന്നേൽപ്പിക്കത്തില്ല എന്ന്, നിന്നെ കിടക്കയിൽ ഒതുക്കി തീർക്കുമെന്ന് നീ ഇറങ്ങി പുറപ്പെട്ട സമയത്ത്, നീ ഇറങ്ങി പുറപ്പെട്ട സാഹചര്യങ്ങൾ അവിടെ തന്നെ അവസാനിപ്പിക്കാമെന്ന് നീ തീരുമാനമെടുത്തിട്ട് മരിച്ചു മണ്ണടിഞ്ഞു പോകാതെ, അവസാനിക്കുവാൻ അനുവദിക്കാതെ, നിന്റെ ശരീരത്തെ ജീവനുള്ളവരുടെ ദേശത്ത് ചലിക്കുന്ന ദേഹിയാക്കി, ജീവനുള്ള യേശുവിൻ നാമത്തിൽ ജീവനുള്ള ദേഹിയാക്കി നിലനിർത്തിയിരിക്കുന്ന നല്ല കർത്താവിന് കരങ്ങളെ തട്ടി നൃത്തം ചെയ്യുവാൻ കഴിയുന്നവർ കരങ്ങളെ തട്ടി ആ നല്ല കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഈ ആഴ്ചയിലും ശത്രുവിനെ നിന്നെ തൊടുവാൻ കഴിഞ്ഞിട്ടില്ല. ഈ ആഴ്ചയിലും പിശാചിന്റെ പദ്ധതികൾ നിന്റെ ജീവിതത്തിൽ ജയമെടുത്തിട്ടില്ല. ഈ ആഴ്ചയിലും നീ ലജ്ജിച്ചു പോകുവാൻ എന്റെ ദൈവം അനുവദിച്ചില്ല. ഈ ആഴ്ചയിലും പോസ്റ്റിൽ പടമായി കയറുവാൻ എന്റെ ദൈവം നിന്നെ അനുവദിച്ചില്ല. അതെ, ആ നല്ല കർത്താവിനെ ഒരുമിച്ച് കരങ്ങളെ തട്ടി കഴിഞ്ഞൊരാഴ്ച കാലം മുഴുവൻ നമ്മെ പരിപാലിച്ച നല്ല കർത്താവിനെ, നമ്മെ ചേർത്ത് പിടിച്ച നല്ല കർത്താവിനെ, മകനെ മകളെ എന്ന് വിളിച്ച് നിന്നെ ആശ്വസിപ്പിച്ച നല്ല കർത്താവിനെ, പലപ്പോഴും ഇനി വേണ്ട എന്ന് പറഞ്ഞ്, ഇനി
ഇനി ജീവിക്കണ്ട എന്ന് പറഞ്ഞ്, ഇനി ജീവിതം വേണ്ട എന്ന് പറഞ്ഞ് നീ തീരുമാനമെടുത്ത സമയത്ത് ഒന്നും തീർന്നിട്ടില്ല എന്ന്, നീ ഒറ്റയ്ക്കല്ല എന്ന്, നീ അവസാനിക്കുവാൻ ഞാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞ് നിന്നോട് കൂടെ നിന്ന് ആ നല്ല കർത്താവിനെ ഈ വിശുദ്ധ ഞായറാഴ്ചയുടെ പകലിൽ സ്തുതിക്കുവാൻ കഴിയുന്നവർ, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ മഹത്വപ്പെടുത്തുന്നപ്പാ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ വാഴ്ത്തുന്ന കർത്താവേ. അങ്ങയുടെ നാമം മാത്രമായിരുന്ന അങ്ങയുടെ സ്തുതി മഹാരിതമായ ഒരു അന്തരീക്ഷത്തെ ഈ നല്ല പകലിലും ഞങ്ങൾക്ക് അങ്ങ് ഒരുക്കി നൽകുന്ന കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. പ്രതീക്ഷയോടെ പ്രാർത്ഥന ലൈവിൽ ഞങ്ങളെ വീക്ഷിച്ചു കൊണ്ടായിരിക്കുന്നവർ, ഇനി വീക്ഷിക്കുവാൻ പോകുന്നവർ, ആലയത്തിനകത്തായിരിക്കുന്നവർ, നിങ്ങളെ ഓർത്ത് നല്ല കർത്താവിനെ സ്തുതിക്കുന്നു. നല്ല കർത്താവിൻ്റെ നാമം മാത്രം ഈ നല്ല പകലിലും നമ്മുടെ മധ്യേ വാഴ്ത്തപ്പെടട്ടെ. ഇന്ന് നടക്കുന്ന വിശുദ്ധ സഭാരാധനയിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും നല്ല കർത്താവിൻ്റെ നാമത്തിൽ പിന്നെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് അപ്പുറമായി, ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് അപ്പുറമായി നിങ്ങളെ നടത്തുവാൻ കഴിവുള്ള ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഈ പകലിലും നിങ്ങൾ ആയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ നാളുകളിൽ ലോകം പറഞ്ഞതാണ് ഇതോടെ അവസാനിച്ചു, ഇതോടെ തീർന്നു, ഇതിനപ്പുറം എനിക്കൊരു ചുമട് വയ്ക്കുവാൻ കഴിയത്തില്ല, ഇതിനപ്പുറം എനിക്ക് പ്രതീക്ഷിക്കുവാൻ ഒരു വാതിലുമില്ല, ഇതിനപ്പുറം എനിക്ക് മുൻപോട്ട് പോകുവാൻ ഞാൻ കാണുന്ന ഒരു വഴിയുമില്ല. പ്രതീക്ഷകൾ അസ്തമിച്ച് നീ നിന്ന സമയത്ത്, വഴികൾ അടഞ്ഞു നീ ആയിരുന്ന സമയത്ത്, പ്രതീക്ഷയുടെ വെള്ളി വെളിച്ചവുമായി മകനെ മകളെ എന്ന് പറഞ്ഞ് ആരൊക്കെ നിന്നെ കൈവിട്ടാലും, ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയുമില്ല, ഒരു നാൾ കൈവിടുകയുമില്ല എന്ന് പറഞ്ഞ് അടുത്ത് വന്ന നല്ല കർത്താവ്, ആ കർത്താവിന് നിന്റെ ആഗ്രഹങ്ങൾക്കപ്പുറമായി ഈ ആഴ്ചയിൽ നിന്റെ ജീവിതത്തിൽ വലിയ കാര്യങ്ങളെ പ്രവർത്തിക്കുവാൻ കഴിയും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകലിലും നീ കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ, അതെ, ഈ ആഴ്ചയിലും നിന്റെ പ്രതീക്ഷകൾക്കപ്പുറമായി, നിന്റെ ചിന്തകൾക്കപ്പുറമായി, നിന്റെ ഇഷ്ടങ്ങൾക്കപ്പുറമായി എൻ്റെ ദൈവത്തിന് ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യങ്ങളെ പ്രവർത്തിക്കുവാൻ കഴിയും. അതെ, എൻ്റെ ദൈവം തൻ്റെ മഹത്വം ആരുടെ മുമ്പിലും അടിയറവ് വച്ചിട്ടില്ല. ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, എൻ്റെ ദൈവം തൻ്റെ മഹത്വം ആരുടെ മുമ്പിലും അടിയറവ് വച്ചിട്ടില്ല. നിന്റെ ശത്രുവിന് മുമ്പിൽ എൻ്റെ ദൈവം തൻ്റെ മഹത്വം അടിയറവ് വച്ചിട്ടില്ല. പിശാചിന് മുമ്പിൽ എൻ്റെ ദൈവം തൻ്റെ മഹത്വം അടിയറവ് വച്ചിട്ടില്ല. മഹത്വത്തിൻ്റെ രാജാവ്, കർത്താതി കർത്താവ് ഈ വരുന്ന ആഴ്ച നിന്റെ ജീവിതത്തിലേക്ക്, സ്തോത്ര, നീ വിളിക്കാത്ത നിന്റെ ജീവിത സാഹചര്യങ്ങളിലേക്ക് എൻ്റെ യേശു കടന്നു വരും. ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, നീ പലരെയും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, നീ പലരെയും പ്രതീക്ഷിക്കുന്നുണ്ട് എൻ്റെ ജീവിത അനുഭവങ്ങളിലേക്ക്. സ്തോത്രം, ചില വ്യക്തികൾ കടന്നു വന്നിരുന്നുവെങ്കിൽ, ചിലർ കടന്നു വന്നിരുന്നുവെങ്കിൽ, ചില വാക്കുകൾ കടന്നു വന്നിരുന്നുവെങ്കിൽ, ആവർത്തിച്ചു പറയട്ടെ, സ്തോത്രം, നീ സ്തോത്രം ക്ഷണിക്കാത്ത യേശു, മഹത്വത്തിൻ്റെ രാജാവ്, കർത്താതി കർത്താവ്, ആമേൻ, സ്തോത്രം, ചില വിഷയങ്ങളുടെ മധ്യത്തിൽ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരിക. ആമേൻ, ആരും വരത്തില്ല എന്ന്, ആമേൻ, സ്തോത്രം, നീ പ്രതീക്ഷിക്കുമ്പോൾ നിനക്ക് തിരിച്ചറിയാം, ആരും വരത്തില്ല, ഞാൻ പ്രതീക്ഷിക്കുന്നവർ വരത്തില്ല, ഞാൻ കാത്തിരിക്കുന്നവർ വരത്തില്ല, ഞാൻ നോക്കുന്ന നോട്ടം വൃഥാവായി തീരും. അത് കേൾക്ക്, ആരും വരത്തില്ല എന്ന് നിന്റെ ഉള്ളം മന്ത്രിക്കുന്ന ആ സ്ഥാനത്തേക്ക് എൻ്റെ യേശു നിനക്ക് വേണ്ടി കടന്നു വരിക. ആമേൻ, സ്തോത്രം, നീ തളർന്നായിരിക്കുന്ന സ്ഥാനത്ത്, നീ തകർന്നായിരിക്കുന്ന സ്ഥാനത്ത്, നീ പരാജയം സമ്മതിച്ച് ഇനി മുൻപോട്ട് പോകുവാൻ ഒന്നുമില്ല എന്ന് ചിന്തിച്ചായിരിക്കുന്ന സ്ഥാനത്ത്, അതേ കേൾക്കണമേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ പ്രവചിച്ചു പറയട്ടെ, എൻ്റെ യേശു ഈ ആഴ്ചയിൽ കടന്നു വരും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി നല്ല കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ, 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 ആമേൻ, സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54 അധ്യായം അതിന്റെ 17 വാക്യത്തിൽ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും നിനക്ക് ഫലിക്കയില്ല. ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന, യെശയ്യാ പ്രവാചകനിലൂടെ തന്റെ മുൻപിലായിരിക്കുന്ന ജനത്തോടായി ദൈവം വിളിച്ചു പറയുന്നു, അല്ലയോ എൻ്റെ ജനമേ, നിങ്ങളിത് കേൾക്കാ, നിങ്ങൾക്ക് വിരോധമായി ശത്രു രാജ്യങ്ങൾ ഒരുക്കുന്ന ഒരു ആയുധവും നിങ്ങൾക്ക് ഫലിക്കയില്ല, ജാതികൾ ഒരുക്കുന്ന ഒരു ആയുധവും നിങ്ങൾക്ക് ഫലിക്കയില്ല, കൽദയരുടെ മന്ത്രവാദം നിങ്ങൾക്ക് ഫലിക്കയില്ല, ബാബിലോണിയരുടെ ആഭിചാരം നിങ്ങൾക്ക് ഫലിക്കയില്ല, തകർത്ത് കളയുവാൻ എഴുന്നേൽക്കുന്ന, മുടിച്ചു കളയുവാൻ എഴുന്നേൽക്കുന്ന ശത്രുവുണ്ടാക്കുന്ന ഒരായുധവും, ആവർത്തിച്ചു പറയട്ടെ, ഒരായുധവും ഇന്ന് പകലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് അതേ വാക്കുകൾ സഭ കേട്ടുകൊണ്ടിരിക്കുക, ലൈവിൽ ചിലർ കേട്ടുകൊണ്ടിരിക്കുക. കൂർത്തുമൂർത്ത ആയുധങ്ങൾക്ക് മുമ്പ് മനസ്സുമെടുത്ത്
ഓ സ്തോത്രം, ഇനി മുൻപോട്ടില്ല എന്ന് പ്രതീക്ഷ നഷ്ടപ്പെട്ടായിരിക്കുന്നു നിന്നോട് തന്നെ സഹോദരി, ആ ശത്രുവിന്റെ ആയുധം നിന്റെ തൊഴിലിനെ തകർത്ത് കളയുവാൻ, ഓ രാധാന ശക ഹൃദയ ശന്ധാർഗന പിടിച്ചു നിൽക്കുവാൻ കഴിയാത്തവളായി അവിടെ നിന്ന് നിന്നെ ഓടിക്കുവാൻ തക്കവണ്ണം ശത്രു എയ്തുവിട്ട ആയുധങ്ങൾ, ഓ രാധിയ ശക ഹൃദയ ശന്ധാർ, ആ ആയുധം ഫലിക്കയില്ല, ആ ആയുധം ഫലിക്കയില്ല. അവന്റെ ദുഷ്വർത്തമാനമെന്ന ആയുധം ഫലിക്കയില്ല, ദുർവർത്തമാനമെന്ന ആയുധം ഫലിക്കയില്ല. ശത്രു നിനക്ക് വിരോധമായി എയ്യുന്ന ഒരായുധവും, ഓ റീതാര ശക മന്ത്രവാദമെന്ന ആയുധം, ആമേൻ, ആഭിചാരമെന്ന ആയുധം, ഓ റീതാരാധന ശക ഹൃദയ നിന്റെ കുടുംബത്തെ തകർത്ത് കളയുവാൻ, നിന്റെ ഭാവിയെ മുരടിപ്പിച്ചു കളയാൻ, മുൻപോട്ട് പോകുവാൻ കഴിയാത്ത വിധത്തിൽ വഴികൾ അടച്ച് ചില സ്ഥാനങ്ങളിൽ നിന്ന് ഒതുക്കി കൂട്ടുമെന്ന്. ആമേൻ. 6 വർഷത്തിലധികമായി ഒരേ ഇരിപ്പിൽ ഒരേ സ്ഥാനത്ത് നല്ലതൊന്നും കാണുവാനില്ലാതെ, നല്ലതൊന്നും പറയുവാനില്ലാതെ നീ ഭാരത്തോടെ ആയിരിക്കുക. കേൾക്ക്, ആ ആയുധത്തെ നീക്കി, യേശുവിൻ നാമത്തിൽ നിന്നെ ഒതുക്കി ആയുധത്തെ നീക്കി, മന്ത്രവാദമെന്ന ആയുധത്തെ നീക്കി, ആ വിചാരമെന്ന ആയുധത്തെ, ഓ റീധാര ശഖ ഹൃദയ ശന്ധാരകന ധീവൽ ബൗഡ ശന്ധോരകന, നിനക്ക് മുമ്പിൽ എൻ്റെ ദൈവം വഴികളെ തുറക്കുക. നീണ്ട വർഷങ്ങളുടെ അടച്ചുറപ്പിക്കപ്പെട്ട അനുഭവത്തിൽ നിന്ന് കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരിക. ആയുധം ഫലിക്കയില്ല. ആമേൻ, സ്തോത്രം. ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ആ ആയുധം, ശത്രുവിന്റെ ആ ആയുധം, ശത്രു ഒരുക്കുന്ന ആയുധം, അത് ഫലിക്കയില്ല. നോക്കൂ, വിശുദ്ധ വേദപുസ്തകം അത് സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട്. ദാവീദിന്റെ ജീവിതത്തിൽ ദാവീദിന് വിരോധമായി ശൗൽ 3 തവണ കുന്തം ചാണ്ടിയതായി, കുന്തം ശൗലിനെ ചുവരോട് ചേർത്ത് നിർത്തി അവന്റെ നെഞ്ചും കൂടി കുത്തി പൊളിക്കുവാൻ തക്കവണ്ണം കുന്തം വീശിയതായി വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ശൗൽ കുന്തം വീശി, അവന്റെ കൈക്കുള്ളിൽ ആമേൻ ദാവീദ് ഉണ്ടായിരുന്നു. എന്നാൽ ശൗലിന്റെ ആയുധം ദാവീദിനെ തകർത്തില്ല എന്ന് ബൈബിൾ പറയുന്നു. അങ്ങനെയെങ്കിൽ ഒരു ആയുധത്തിനും നിന്നെ തകർക്കുവാൻ കഴിയത്തില്ല. നിന്റെ നെഞ്ചം കൂടി തകർക്കുവാൻ തക്കവണ്ണം, നിന്റെ സമാധാനത്തെ തകർക്കുവാൻ, നിന്റെ സ്വസ്ഥതയെ തകർക്കുവാൻ, നിന്റെ സന്തോഷത്തെ തകർക്കുവാൻ, നീ സമാധാനത്തോടെ സ്വസ്ഥമായി ഇരിക്കരുത് എന്ന്, ഓ യെസ്, യേശുവിൻ നാമത്തിൽ ശത്രു എയ്തുവിടുന്ന ആയുധങ്ങൾ ഫലിക്കയില്ല. നിന്റെ നെഞ്ചിന് നേരെ വരുന്ന ആയുധം, ഓ റീദാര ശഖ, നിന്റെ മനസ്സ് കലക്കി കളയുവാൻ, നിന്നെ നിരാശപ്പെടുത്തുവാൻ, നിന്നെ തലകുനിപ്പിക്കുവാൻ, നിന്നെ തകർത്ത് കളയുവാൻ, യേശുവിൻ നാമത്തിൽ ശത്രു ഉയർത്തുന്ന ആയുധം ഫലിക്കത്തേയില്ല. ആവർത്തിച്ചു പറയട്ടെ, ശത്രു ഉയർത്തുന്ന ആയുധം ഫലിക്കത്തേയില്ല. വിശ്വസിക്കുന്നവർ വിളിച്ചു പറയേ, യേശുവേ, എനിക്ക് വിരോധമായി ശത്രു ഉയർത്തുന്ന ഒരായുധവും ഫലിക്കയില്ല. ഒരായുധത്തിന് എന്നെ കീഴ്പ്പെടുവാൻ കഴിയത്തില്ല. ഒരായുധത്തിന് എന്നെ കീഴ്പ്പെടുത്തുവാൻ കഴിയത്തില്ല. ഒരു മനുഷ്യന്റെ വാക്കുകൾക്കും എന്നെ കീഴ്പ്പെടുത്തുവാൻ കഴിയത്തില്ല. ഒരു മനുഷ്യന്റെ ദുഷ്ടബുദ്ധിക്കും എന്നെ കീഴ്പ്പെടുത്തുവാൻ കഴിയത്തില്ല. ഒരു മനുഷ്യന്റെ ദുരാലോചനയ്ക്കും എന്നെ വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്നെ കീഴ്പ്പെടുത്തുവാൻ ഒരായുധത്തിനും നിന്റെ കുടുംബത്തിന് വിരോധമായി ശത്രു പ്രയോഗിച്ചിരിക്കുന്ന ഒരായുധത്തിനും, ഓ താങ്ക് യു ലോർഡ്. ആമേൻ. വലിയ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ. തുടർന്ന് അല്പസമയത്ത് വചന ധ്യാനത്തിനായി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി 2 വാക്യങ്ങൾ വായിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 9-ാമത്തെ വാക്യവും, ഒപ്പം റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാമത്തെ വാക്യവും. ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 9-ാമത്തെ വാക്യവും, റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാമത്തെ വാക്യവും. ഒന്നാമതായി ഉൽപ്പത്തി 3:9 ചേർന്ന് വായിച്ചാട്ടെ. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു. 2 റോമർക്കെഴുതിയ ലേഖനം 8:28. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഒരു നിമിഷം കൂടെ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ തലകളെ വണക്കിയാട്ടെ, ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. നന്മയാക്കി മാറ്റുന്ന ആ ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തിക്കുക. യേശുവേ, ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തിന്മയും കഷ്ടതകളും കണ്ണുനീരും നിരാശയും വേദനയുടെ അനുഭവങ്ങൾക്ക് നന്മ കൊണ്ട് എൻ്റെ ദൈവം അറുതി വരുത്തുവാൻ പോകുന്ന കൃപയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ഈ തിന്മ അനുഭവിച്ചു വയ്യായെന്ന്, ഈ കഷ്ടത അനുഭവിച്ചു വയ്യായെന്ന്, ഈ നിരാശ അനുഭവിച്ചു വയ്യായെന്ന്, എനിക്കിനി ജീവിക്കേണ്ട എന്ന് മരണത്തെ പ്രതീക്ഷിച്ചായിരിക്കുന്ന നിന്നോട് തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ. ആമേൻ. സ്തോത്രം.
ആ തിന്മയെ നീക്കി മരണത്തിനായുള്ള നിന്റെ കാത്തിരിപ്പിന് എൻ്റെ ദൈവം അറുതി വരുത്തുവാൻ പോകുക. മനുഷ്യരിലൂടെ നിനക്ക് സംഭവിച്ച തിന്മയെ നീക്കി, പിശാചിലൂടെ നിനക്ക് സംഭവിച്ച തിന്മയെ നീക്കി, ലോകം നിനക്ക് സമ്മാനിച്ച തിന്മയെ നീക്കി ദൈവം നന്മ ചെയ്ത് മരണത്തിനായുള്ള നിങ്ങളുടെ കാത്തിരിപ്പിന് നിലവിളിക്ക് യേശു അറുതി വരുത്തും. യേശുവേ, ചില നിലവിളികൾക്ക് അറുതി ഉണ്ടാകട്ടെ കർത്താവേ. സകല തിന്മയും ഇന്ന് മാറിപ്പോകട്ടെ കർത്താവേ. രോഗമെന്ന തിന്മ മാറിപ്പോകട്ടെ, കടമെന്ന തിന്മ മാറിപ്പോകട്ടെ, ദാരിദ്ര്യമെന്ന തിന്മ മാറിപ്പോകട്ടെ, ഞെരുക്കമെന്ന തിന്മ മാറിപ്പോകട്ടെ, ഇല്ലായ്മയെന്ന തിന്മ മാറിപ്പോകട്ടെ. മുൻപോട്ട് പോകുവാൻ കഴിയാത്ത വിധത്തിൽ വഴിയടയ്ക്കുന്ന ശത്രുവിന്റെ പദ്ധതികളെന്ന തിന്മ മാറിപ്പോകട്ടെ. സന്തോഷങ്ങളെ കളടങ്ങി വയ്ക്കുന്ന പരാജയമെന്ന തിന്മ മാറിപ്പോകട്ടെ കർത്താവേ. വഴിമുടക്കുന്ന തിന്മ മാറിപ്പോകട്ടെ, മദ്യമെന്ന തിന്മ മാറിപ്പോകട്ടെ, ലഹരി എന്ന തിന്മ മാറിപ്പോകട്ടെ. സകല തിന്മകളും അങ്ങയുടെ വചനത്താൽ ഇന്ന് അടിയനൊപ്പം പ്രാർത്ഥനയോടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇതിനകത്തായിരിക്കുന്നവർ, ഇനി സ്തോത്രം പ്രാർത്ഥിച്ച് അങ്ങിൽ നിന്ന് പ്രാപിക്കുവാൻ പോകുന്നവർ, അവരുടെ ജീവിതത്തിൽ നിന്ന് സകല തിന്മയും നീങ്ങിയ കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ. അങ്ങയുടെ ശബ്ദം ഇവർ കേൾക്കട്ടെ അപ്പാ, അങ്ങയുടെ സാന്നിധ്യം ഇവർ അനുഭവിക്കട്ടെ കർത്താവേ. ഒറ്റയ്ക്കായി എന്ന് ചിന്തിക്കുന്നവർ കൂടെയുള്ള ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കട്ടെ. ഹൃദയം തകർന്നവർ സ്തോത്രം ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ സമാധാനം അനുഭവിക്കട്ടെ. തളർന്നവർ ശക്തന്മാരായി എഴുന്നേൽക്കട്ടെ, തകർന്നവർ പണിയപ്പെട്ടവരായി മാറട്ടെ. ഇത് പ്രാപിക്കലുകളുടെയും തുടർമാനമായ ദൈവപ്രവൃത്തികളുടെയും അത്ഭുതകരമായ പകൽക്കാലമാക്കി അങ്ങ് മാറ്റുവാൻ പോകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. വചനത്തിന് മുമ്പിൽ ഈ ജനത്തെ താഴ്ത്തി സമർപ്പിക്കുന്നു. അടിയനെയും അങ്ങയുടെ സന്നിധിയിൽ താഴ്ത്തുന്നു. യോഗ്യതകളല്ല, സ്നേഹം മാത്രം അടിയനങ്ങ് നിർത്തിയിരിക്കുന്ന കൃപയ്ക്കായി അടിയനങ്ങെ സ്തുതിക്കുന്നു കർത്താവേ. ആമേൻ. ഒരിക്കൽ കൂടി രണ്ട് വാക്യങ്ങൾ നിങ്ങൾക്കേറെ സുപരിചിതമായ രണ്ട് വാക്യങ്ങൾ തന്നെ ആവർത്തിച്ചു വായിക്കട്ടെ. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു. റോമർ 8:28. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഈ രണ്ട് വാക്യങ്ങൾക്ക് ഇങ്ങനൊരു ടൈറ്റിൽ കൊടുത്ത് ദൈവകൃപയിൽ ആശ്രയിച്ച് ഇന്നത്തെ ചിന്തയെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഇതും ദൈവം നന്മയാക്കി മാറ്റും. ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, ഇതും നീ ഇന്ന് അനുഭവിക്കുന്ന ഈ കഷ്ടതയും, ഇന്ന് അനുഭവിക്കുന്ന ഈ കണ്ണുനീരും, ഇന്ന് അനുഭവിക്കുന്ന ഈ വേദനയും, ഇന്ന് അനുഭവിക്കുന്ന ഈ ഏകാന്തതയും, ഇന്ന് അനുഭവിക്കുന്ന ഈ നിന്ദയും, ഇന്ന് അനുഭവിക്കുന്ന ഈ അപമാനവും, ഇന്ന് അനുഭവിക്കുന്ന ഈ പരാജയവും, ഇന്ന് അനുഭവിക്കുന്ന ഈ ഒറ്റപ്പെടുത്തലും, ഇന്ന് അനുഭവിക്കുന്ന ഈ കളിയാക്കലുകളും, ഇന്ന് അനുഭവിക്കുന്ന ഈ പഴിപറച്ചിലുകളും, ഇന്ന് അനുഭവിക്കുന്ന ഈ തകർച്ചയും, ഇന്ന് അനുഭവിക്കുന്ന ഈ ദാരിദ്ര്യവും, ഇന്ന് അനുഭവിക്കുന്ന ഈ കടവും, ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളും എൻ്റെ ദൈവം എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങളുടെ ജീവിതത്തിൽ നന്മയ്ക്കാക്കി മാറ്റും. അതെ, ഇതും ആമേൻ നിന്നെ കരയിപ്പിക്കുന്ന ഈ കഷ്ടതയും ദൈവം നന്മയ്ക്കാക്കി മാറ്റും. അർത്ഥം, ഇന്നലകളിൽ ദൈവം അവിധത്തിൽ നന്മയ്ക്കാക്കി മാറ്റിയിട്ടുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ഇന്ന് മാറ്റും, അല്ലെങ്കിൽ ഇതും ഈ കഷ്ടവും ദൈവം നന്മയ്ക്കാക്കി മാറ്റും എന്ന് പറഞ്ഞാൽ ഇന്നലകളിൽ ഇതിലും അധികം നിങ്ങൾ കരഞ്ഞിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന നിങ്ങളോട് തന്നെ ഒരു സംശയത്തിനും ഇട നൽകാതെ പറയട്ടെ, ഇന്ന് നിങ്ങൾ കരഞ്ഞായിരിക്കുന്നതിലും അധികം ഇന്നലകൾ നിങ്ങൾ കരഞ്ഞിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ നിലവിളിക്കുന്നതിലും അധികം ഇന്നലകളിൽ നിങ്ങൾ നിലവിളിച്ചിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ ചോദിക്കുന്നതിലും അധികം നിങ്ങൾ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? എൻ്റെ ദൈവമേ, ഈ കഷ്ടതയിൽ നീ എന്നെ കാണാതിരിക്കുന്നതെന്ത്? എൻ്റെ ദൈവമേ, എൻ്റെ നിലവിളിയുടെ ഒച്ച നീ കേൾക്കാതിരിക്കുന്നതെന്ത്? എൻ്റെ ദൈവമേ, മരിപ്പിച്ചെങ്കിലും ഈ ലോകത്തിൽ നിന്ന് നീ എന്നെ മാറ്റാതിരിക്കുന്നതെന്ത്? നിങ്ങൾ ഒത്തിരി ആവർത്തിച്ച് ഇന്നലകളിൽ ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങളുടെ അവസാനം നിങ്ങൾ ഒടുങ്ങിപ്പോകാതെ ആ കഷ്ടതയും ദൈവം നന്മയാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ, ഇന്ന് നീ അനുഭവിക്കുന്ന ഈ കഷ്ടതയും, നീ അനുഭവിക്കുന്ന ഈ വേദനയും, നീ അനുഭവിക്കുന്ന ഈ നിരാശയും എൻ്റെ ദൈവം നന്മയ്ക്കാക്കി മാറ്റും. ആമേൻ, സ്തോത്രം. ഒരിക്കൽ കൂടി എൻ്റെ ദൈവം നന്മയ്ക്കാക്കി മാറ്റുന്നവരത്രേ. ആമേൻ. ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 3-9 വാക്യത്തിൽ ദൈവം മനുഷ്യനെ വിളിച്ചു. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു. മനുഷ്യ, നീ എവിടെ എന്ന് ചോദിച്ചു. ഉൽപ്പത്തി പുസ്തകം 5-2 വാക്യം വായിക്കുമ്പോൾ, സൃഷ്ടിച്ച നാളിൽ ദൈവത്തിന്റെ മനുഷ്യരായ ആദം ഹവ്വമാർ, അല്ലെങ്കിൽ സ്തോത്രം, സൃഷ്ടിച്ച നാളിൽ മനുഷ്യർക്ക് ദൈവം ആദം എന്ന് പേരിട്ടു എന്ന് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു.
അവിടെ പറയുന്നു അവർക്ക് ദൈവം ആദം എന്ന് പേരിട്ടു. ശ്രദ്ധിക്കണമേ, എന്നാൽ കയ്യിലിരിപ്പ് കൊണ്ട് അവൻ ഈ പേരിലൊക്കെ എന്തിരിക്കുന്നു എന്ന് പറയും വിധം താൻ വെറുമൊരു മനുഷ്യനാണെന്ന് തെളിയിച്ചു. ആമേൻ, സ്തോത്രം. ദൈവം ഇട്ട പേരെന്താണ്? ആദം, ആദിമ മനുഷ്യൻ എന്ന് മാത്രമല്ല, ആമേൻ, നല്ല തുടക്കങ്ങളുടെ ആരംഭം. ആമേൻ. ആദം എന്ന പേരിന്റെ അർത്ഥം നല്ല തുടക്കങ്ങളുടെ ആരംഭം. ചില പുതിയ തുടക്കങ്ങൾക്ക് വേണ്ടി താൻ സൃഷ്ടിച്ചാക്കിയ സകലത്തെയും ആമേൻ വാഴുവാൻ വേണ്ടി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. സൃഷ്ടിച്ച നാളിൽ അവൻ മനുഷ്യനായിരുന്നു. മനുഷ്യനെ ദൈവം പേരിട്ട് ആദാം എന്ന പേരിട്ട് നല്ല ആമേൻ തുടക്കങ്ങളുടെ ആരംഭം എന്ന് വിളിച്ചു. നല്ല തുടക്കങ്ങളുടെ ആരംഭം എന്ന് വിളിച്ചു. പേരിടുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ വീട്ടിൽ പട്ടിയോ പൂച്ചയോ ഉണ്ടെങ്കിൽ ആമേൻ അതിനാരും പേരിടുന്ന കാര്യം ശ്രദ്ധിക്കാറില്ല. അതിന്റെ പേര് ആരും ചോദിക്കാറുമില്ല. എന്നാൽ വീട്ടിലൊരു കുഞ്ഞ് ജനിച്ചാൽ ചോദിക്കും, അതിന്റെ പേരെന്താണ്, അതിന്റെ പേരെന്താണ്. ഓരോ പേരുകൾക്കും ഒരു അർത്ഥം കാണും. മാതാപിതാക്കൾ സന്തോഷിക്കുന്ന, മാതാപിതാക്കളെ സ്തോത്രം, അവരുടെ മുൻപോട്ടുള്ള ജീവിതത്തെ പ്രതീക്ഷ നിർഭരമാക്കുന്ന ഓരോ പേരുകളും ആമേൻ ഓർത്തെടുത്ത് അന്വേഷിച്ച് കണ്ടെത്തി മാതാപിതാക്കൾ മക്കൾക്ക് നൽകും. എന്നാൽ ദൗർഭാഗ്യവശാൽ ആ പേരുകളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ആമേൻ സ്തോത്രം മാതാപിതാക്കൾ ഇടുന്ന മനോഹരമായ അനുഗ്രഹിക്കപ്പെട്ട പേരുകളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ലോകവഴികളിൽ നാശത്തിലേക്ക് അവർ ഓടിപ്പോകും. അങ്ങനെ തന്നെ ആദ്യ നാളിൽ അതേ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. നല്ല തുടക്കങ്ങളുടെ ആരംഭം എന്ന് അവന് പേരിട്ടു. പേര് പോണെങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞ് അവൻ അവന്റെ തനി സ്വഭാവം കാണിച്ചു. മനുഷ്യൻ, മനു എന്ന സംസ്കൃത വാക്കിന്റെ അർത്ഥം കുരങ്ങൻ എന്നാണ്. ആമേൻ, സ്തോത്രം. ആമേൻ. പേരില്ലാത്ത മനുഷ്യൻ കുരങ്ങനാണ്. കുരങ്ങൻ എന്ത് ചെയ്യുന്നു എന്ന് കുരങ്ങന് പോലും അറിയത്തില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിൽ പോയി ആമേൻ അവിടെ കുരങ്ങന്മാരെ കണ്ടാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും. ആമേൻ, സ്തോത്രം. അത് സ്വയം ഉപദ്രവിക്കുന്നുവോ, അടുത്തിരിക്കുന്നവരെ ഉപദ്രവിക്കുന്നുവോ, നമ്മളെ ഉപദ്രവിക്കുന്നുവോ, അത് ഇരിക്കുന്നോ കിടക്കുന്നോ നടക്കുന്നോ ഇതൊന്നും അറിയുവാൻ കഴിയാത്ത വിധത്തിൽ, എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുവാൻ കഴിയാത്ത വിധത്തിൽ പെരുമാറുന്ന ആമേൻ സ്തോത്രം ആ കുരങ്ങിന്റെ അതേ സ്വഭാവം തന്നെയാണ് ദൈവം നൽകിയ പേര് നഷ്ടപ്പെടുത്തിയ മനുഷ്യനും ഉള്ളത്. പേര് നഷ്ടപ്പെടുമ്പോൾ ആമേൻ സ്തോത്രം എന്താണ്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയുവാൻ കഴിയാത്ത ആമേൻ സ്തോത്രം ആമേൻ ജീവികളായി, ഇരുകാൽ ജീവികളായി മനുഷ്യൻ മാറും. ആമേൻ, കേൾക്കണമേ. ആമേൻ. മനുഷ്യൻ തന്റെ പേര് നഷ്ടപ്പെടുത്തി കളഞ്ഞപ്പോൾ ദൈവം ഒരു കാര്യം തിരിച്ചറിഞ്ഞു. ഞാൻ സൃഷ്ടിച്ച ഈ മനുഷ്യൻ, ഞാൻ നൽകിയ പേര് നഷ്ടപ്പെടുത്തി മനുഷ്യനായി കുരങ്ങിനെ പോലെ ഇതാ ജീവിക്കുവാൻ പോകുന്നു. അതുകൊണ്ട് ഞാൻ ഈ മനുഷ്യരോട് കൂടിയിരിക്കും. എന്തിനാണ്? ഇവൻ പേര് നഷ്ടപ്പെടുത്തിയത് കൊണ്ട് തന്നെ നല്ല തുടക്കങ്ങളെല്ലാം മാറി ഇവന്റെ ജീവിതത്തിൽ ഇവൻ ചെയ്യുന്നതിനെല്ലാം മോശം ഫലങ്ങൾ ഉണ്ടാകും. കേൾക്കണമേ, നല്ല തുടക്കങ്ങൾക്കായി സൃഷ്ടിച്ച മനുഷ്യൻ തോട്ടത്തിലെ വീഴ്ചയുടെ ഫലമായി ദൈവത്തിൽ നിന്ന് അകന്നുപോയി തന്റെ പേര് നഷ്ടപ്പെടുത്തി കളഞ്ഞപ്പോൾ ദൈവം തിരിച്ചറിയുകയാണ്, ഇനി ഇവന്റെ യാത്രകളിൽ നല്ല തുടക്കങ്ങളില്ല, അല്ലെങ്കിൽ നല്ലതുകളില്ല. ഇവൻ നല്ലതിനു വേണ്ടി ചെയ്യുന്നത് തിന്മയായി മാറും. ഉദാഹരണം, ആദം ഹവ്വമാർ ചേർന്ന് കായീനെയും ഹാവേലെയും ജനിപ്പിച്ചു. എന്തിനു വേണ്ടി? നന്മയായി തീരുവാൻ വേണ്ടി. എന്നാൽ അത് തിന്മയായി മാറി. ഫലമോ, ഒരു മകൻ കൊല്ലപ്പെട്ടു. ആമേൻ. അവന്റെ ശരീരമെങ്കിലും മാതാപിതാക്കൾക്ക് കാണുവാൻ കഴിഞ്ഞോ? ഇല്ലായിരിക്കാം. ആമേൻ. അങ്ങനെ വേദപുസ്തകം പറയുന്നില്ലല്ലോ. ഇളയ മകനോ അപ്പൻ്റെയോടോ അമ്മയോടോ ഒന്ന് ക്ഷമ പറയുവാൻ പോലും നിൽക്കാതെ ഓടിപ്പോയി. ആമേൻ, സ്തോത്രം. അപ്പോൾ പേര് നഷ്ടപ്പെടുത്തിയ മനുഷ്യന്റെ ജീവിതത്തിൽ നല്ല തുടക്കങ്ങൾ ഉണ്ടാകേണ്ട സ്ഥാനത്ത് മോശം അനുഭവങ്ങൾ ഉണ്ടാകുവാനായി തുടങ്ങി. എന്നാൽ സർവകൃപാലുവായ ദൈവം മനുഷ്യന്റെ അവസ്ഥ തിരിച്ചറിഞ്ഞ് അവൻ ഇങ്ങനെ തീരുമാനിച്ചു, ഈ മനുഷ്യനോട് കൂടെ ഞാൻ നടക്കും. എന്നെ സ്നേഹിക്കുകയും എന്നെ തിരിച്ചറിയുകയും ചെയ്യുന്ന മനുഷ്യൻ, അവന്റെ ജീവിതത്തിൽ ഇനി കടന്നു വരുവാൻ പോകുന്ന തിന്മകൾ, അത് വെല്ലുവിളികളായാകാം, സാഹചര്യങ്ങളായാകാം, അനുഭവങ്ങളായാകാം, ഇനി അവനവൻ തന്നെ ചെയ്യുന്ന പ്രവൃത്തി ദോഷങ്ങളാകാം, മറ്റു മനുഷ്യർ ചെയ്യുന്ന പ്രവൃത്തികളിലൂടെ ആകാം. ശ്രദ്ധിക്കണമേ, മനുഷ്യന്റെ ജീവിതത്തിൽ പല നിലകളിൽ തിന്മ ഉണ്ടാകും. ആമേൻ. ലോകത്തിൽ നിന്ന് മനുഷ്യന്റെ ജീവിതത്തിൽ തിന്മ ഉണ്ടാകും. സാഹചര്യങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ തിന്മ ഉണ്ടാക്കും. ആമേൻ, സ്തോത്രം. പലവിധമാകുന്ന വെല്ലുവിളികൾ മനുഷ്യന്റെ ജീവിതത്തിൽ തിന്മയായി വരും. ആമേൻ. പിശാച് മനുഷ്യന്റെ ജീവിതത്തിൽ തിന്മ പ്രവർത്തിക്കും. ഇതിലുപരിയായി ആമേൻ പരസ്പരം അവൻ തിന്മ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. ആമേൻ. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, നന്മ ചെയ്യുന്നത് ഒരുവൻ പോലും ഇല്ല. നമ്മളേറെ തിന്മ അനുഭവിച്ച് കരയുമ്പോഴും നമ്മൾ തിരിച്ചറിയുക, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവർക്ക് തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ, നമ്മളേറെ തിന്മ അനുഭവിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലും നമ്മൾ അറിയാതെ നമ്മൾ മറ്റുള്ളവർക്ക് തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാനല്ല, ബൈബിൾ പറയുന്നു. അങ്ങനെ ദൈവം പറയുന്നു, എന്നെ
സ്നേഹിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ മുഖാന്തരം അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന തിന്മകളെ, മറ്റു മനുഷ്യർ മുഖാന്തരം അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന തിന്മകളെ, പിശാച് മുഖാന്തരം അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന തിന്മകളെ ഞാൻ അവനോട് കൂടിരുന്ന് നന്മയാക്കി മാറ്റും. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്ന സഭയെ, ആമേൻ, ദൈവത്തെ സ്നേഹിക്കുന്ന സഭയെ, ദൈവത്തെ സ്നേഹിക്കുന്ന പ്രിയരെ, കേൾക്ക്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വിരോധമായി ഉണ്ടാകുന്ന തിന്മകളെ ദൈവം നന്മ ആ തിന്മയ്ക്ക് കാരണം മനുഷ്യനാകട്ടെ, പിശാചാകട്ടെ, സാഹചര്യങ്ങളാകട്ടെ, എന്തിന് നീ തന്നെ ആകട്ടെ, നീ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്ന് പകലിലും ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, നീ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ, നീ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അതിന് ദൈവം നന്മയാക്കി മാറ്റും. ദൈവത്തെ സ്നേഹിക്കുന്ന സഭയെ, ഈ തിന്മയെയും ദൈവം നന്മയാക്കി മാറ്റും. നിന്നെ കരയിപ്പിക്കുന്ന ഈ തിന്മയെ ദൈവം നന്മയാക്കി മാറ്റും. മറ്റു മനുഷ്യരാൽ, സഹജീവികളാൽ, ബന്ധുമിത്രാദികളാൽ, കൂടെ ജോലി ചെയ്യുന്നവരായി, അതേ നീ അനുഭവിക്കുന്ന തിന്മയെ, സാഹചര്യങ്ങളാൽ നീ അനുഭവിക്കുന്ന തിന്മയെ, പ്രകൃതിയാൽ നീ അനുഭവിക്കുന്ന തിന്മയെ, യേശുവിൻ നാമത്തിൽ ശാരീരികമായി നീ അനുഭവിക്കുന്ന തിന്മയെ, ആ രോഗമെന്ന തിന്മയെ എന്റെ ദൈവം നന്മയാക്കി. എന്റെ ദൈവത്തെ സ്തുതിക്കുന്ന, മഹത്വപ്പെടുത്തുന്ന നിനക്കൊരു ദൈവമുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചത് വെറുതെ ആയില്ല, ഞാൻ ദൈവത്തെ സ്നേഹിച്ചത് വെറുതെ ആയില്ല, ഞാൻ ദൈവത്തെ സേവിച്ചത് വെറുതെ ആയില്ല എന്ന് പറയുവാൻ തക്കവേണം എന്റെ ദൈവം അതിനെ നന്മയാക്കി. ഇന്ന് നിന്റെ രോഗത്തെ എന്റെ ദൈവം സൗഖ്യമാക്കി. രോഗമുള്ള ഭാഗങ്ങളിൽ കരങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് ആ രോഗമെന്ന തിന്മയെ മാറ്റുക. ആ രോഗമെന്ന തിന്മ, ആ രോഗമെന്ന തിന്മ യേശുവിൻ നാമത്തിൽ വയറിന്റെ ഇടതുവശത്ത്, ആമേൻ, സ്തോത്രം, ചില വർഷങ്ങളായുള്ള വേദനയുമായി ഭാരപ്പെട്ടായിരിക്കുന്നവർ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ആ തിന്മയെ, ആ തിന്മയെ, യേശുവിൻ നാമത്തിൽ ആ തിന്മയെ, ആ തിന്മയെ എന്റെ യേശു എടുത്തു മാറ്റുക. യേശുവിൻ നാമത്തിൽ, ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. അപ്പോൾ കേൾക്കണമേ, ആമേൻ, മനുഷ്യൻ എന്ന ഇരുകാലി മൃഗം, ആമേൻ, സ്തോത്രം, അവൻ പോകുന്നിടത്തൊക്കെയും തിന്മ അനുഭവിക്കേണ്ടി വരും. കാരണം അവൻ, ആമേൻ, സ്തോത്രം, അവന്റെ പേര്, പദവി നഷ്ടപ്പെടുത്തിയവനാണ്. അവൻ കടന്നു പോകുന്നിടത്തൊക്കെയും, ഞാനും നിങ്ങളുമായിരിക്കുന്ന മനുഷ്യർ കടന്നു പോകുന്നിടത്തൊക്കെയും തിന്മ അനുഭവിക്കേണ്ടി വരും. ലോകത്തിൽ നിന്ന് തിന്മ അനുഭവിക്കേണ്ടി വരും, മനുഷ്യരിൽ നിന്ന് തിന്മ അനുഭവിക്കേണ്ടി വരും, പിശാചിൽ നിന്ന് തിന്മ അനുഭവിക്കേണ്ടി വരും. ആമേൻ, സ്തോത്രം. അപ്പോ നമ്മൾ, ആമേൻ, മറ്റുള്ളവരിൽ നിന്ന് തിന്മ അനുഭവിക്കുക മാത്രമല്ല, നമ്മൾ മറ്റുള്ളവർക്ക് തിന്മയും ചെയ്യും. ആമേൻ, നോക്കണമേ, മനുഷ്യൻ ചെയ്യുന്ന തിന്മയും ദൈവം, ആമേൻ, അതിനെ എങ്ങനെ നന്മയാക്കി മാറ്റുന്നു എന്നതും ഇന്ന് അല്പമായി നാം മുൻപോട്ട് ധ്യാനിക്കുവാൻ പോകുന്നു. ഒരിക്കൽ കൂടി, മനുഷ്യൻ ചെയ്യുന്ന തിന്മയും, നാം നമുക്ക് തന്നെ ചെയ്യുന്ന തിന്മ, മറ്റുള്ളവർക്ക് ചെയ്യുന്ന തിന്മ, നമുക്ക് മറ്റുള്ളവർ ചെയ്യുന്ന തിന്മ, എങ്ങനെ ദൈവം അതിനെ നന്മയാക്കി മാറ്റുന്നു. മനുഷ്യന്റെ ജീവിതത്തിൽ പ്രധാനമായി എല്ലാ സമയങ്ങളിലും അവൻ ആവർത്തിച്ചു പറയുന്ന തിന്മയുടെ അനുഭവങ്ങളിൽ ചിലത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഇപ്പോൾ നമ്മൾ ധ്യാനിക്കും. വളരെ പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ ഒപ്പമായിരുന്നാട്ടെ. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 24-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: അവനെ അവർ എടുത്ത് ഒരു പൊട്ടക്കുഴിയിൽ ഇട്ടു. പൊട്ടക്കിണറിൽ, പൊട്ടക്കുഴിയിലിട്ടു, വെള്ളമില്ലാത്ത ഒരു കുഴിയിൽ ഇട്ടു. ആമേൻ. അഥവാ ഒഴിവാക്കൽ എന്ന തിന്മ. ശ്രദ്ധിക്കണമേ, ഒന്നാമത്തെ തിന്മ മനുഷ്യൻ അനുഭവിക്കുന്നതായി വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട തിന്മയാണ് ഒഴിവാക്കൽ. ഒഴിവാക്കൽ സമം ഇനി അവനെ വളരാൻ വിടരുത്. ഹല്ലേലൂയ, ആമേൻ. ഇനി അവനെ വളരാൻ വിടരുത്. അവൻ രക്ഷപ്പെടുമെന്ന് അറിഞ്ഞാൽ, ആമേൻ, ഞാനോ നിങ്ങളോ രക്ഷപ്പെടുമെന്ന് അറിഞ്ഞാൽ അതുവരെ, ആമേൻ, കൂടെ ഉണ്ടായിരുന്നവർ പെട്ടെന്ന് ശത്രുക്കളായി മാറും. ആമേൻ. അത് കണ്ടിട്ട് നിങ്ങൾക്ക് അവരോട് കോപമൊന്നും തോന്നണ്ട, നമ്മളും അങ്ങനെ തന്നെ. ആമേൻ. ആ ഇരുകാലി മൃഗത്തിൽപ്പെട്ടവരാണ്. ആമേൻ. എന്തെങ്കിലും മേന്മയുണ്ടെങ്കിൽ ദൈവത്തെ സ്നേഹിച്ച് പലപ്പോഴും ആ തിന്മയെ നന്മയായി അനുഭവിച്ചവർ മാത്രമാണ് നമ്മൾ. നോക്കൂ, എന്തുകൊണ്ടാണ് ഇനി അവനെ വളരാൻ വിടണ്ട എന്ന് യോസേഫിന്റെ സഹോദരന്മാർ ചിന്തിച്ച് തീരുമാനമെടുത്ത് പ്രവർത്തിച്ചത്? ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 8-9 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് കാണുവാൻ കഴിയും. യോസേഫ് ഒരു ദർശനം കണ്ടു. യോസേഫ് ഒരു പകൽക്കിനാവ് കണ്ടു എന്നല്ല. യോസേഫ്, ആമേൻ, ഒരു സ്തോത്രം,
ഒരു ആമേൻ സ്തോത്രം എന്തെങ്കിലും ഒരു ആമേൻ സ്വപ്നം കണ്ടു എന്നല്ല, യോസേഫ് ഒരു ദർശനം കണ്ടു. ദൈവം യോസേഫിന് നൽകിയ സ്വപ്നം, അതിനെ ബൈബിൾ പറയുന്നു ദർശനം. ആമേൻ. നീ ഭക്തനാണെങ്കിൽ, നീ ദൈവത്തെ സ്നേഹിക്കുന്നവനാണെങ്കിൽ നിന്റെ സ്വപ്നങ്ങൾ അത് ദൈവം നൽകുന്നതായിരിക്കും. നിന്റെ സ്വപ്നങ്ങൾ അത് ദൈവം നൽകുന്നതായിരിക്കും. നിന്റെ ജീവിതത്തെ മാറ്റുവാൻ പോകുന്ന അനുഭവങ്ങളെ കുറിച്ച് ദൈവം ലോക മനുഷ്യനിലൂടെ അല്ല, ജാതികളിലൂടെ അല്ല, ആമേൻ നിന്നിലൂടെ തന്നെ സംസാരിക്കും. നിന്റെ ഉറക്കറകളിൽ ദൈവം ഇറങ്ങി വരും. ഇന്ന് പകലിലും ചിലരോടായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, നീ ഇന്നലകളെ കണ്ട ദർശനങ്ങൾ മാത്രമല്ല, അതിന് പൂർത്തീകരണം വരുത്തുവാനും എന്റെ ദൈവത്തിന് കഴിയും. ആമേൻ. നീ പ്രാർത്ഥനയോടെ കിടന്ന നാളുകളിൽ കണ്ടത് സ്വപ്നമല്ല, അത് ദർശനമാണ്. ചില സ്ഥാനങ്ങളിൽ നിന്നെ കൊണ്ടു ചെന്നിരുത്തുമെന്ന്, ചില ഭവനങ്ങളിൽ നിന്നെ പാർപ്പിക്കുമെന്ന് യേശുവിൻ നാമത്തിൽ പ്രാർത്ഥനയോടെ നീ മയങ്ങിയ സമയത്ത് നീ കണ്ടത് സ്വപ്നമല്ല, അത് പേക്കിനാവല്ല, അത് പാഴ്ക്കിനാവല്ല. ആ ഉന്നത സ്ഥാനങ്ങളിൽ, ആ ഭവനത്തിൽ എന്റെ ദൈവം നിന്നെ കൊണ്ടു ചെന്നിരുത്തും. അതേ വിവാഹവേദിയിൽ നീ സ്വപ്നം കണ്ട അല്ല, ദൈവം ദർശനത്തിൽ നിന്നെ കാണിച്ച അതേ വിവാഹവേദിയിൽ, അതേ വിവാഹ വസ്ത്രമണിയിച്ച് എന്റെ ദൈവം നീ കണ്ടത് പാഴ്ക്കിനാവല്ല, നീ കണ്ടത് പൊട്ട സ്വപ്നമല്ല, എന്റെ ദൈവം തന്ന ദർശനമാ. ഓ നിന്റെ ഭാവിയെ കുറിച്ച് ആമേൻ സ്തോത്രം പ്രാർത്ഥിച്ചു കിടന്ന, എങ്ങിക്കരഞ്ഞ് നിലവിളിയോടെ കിടന്ന രാത്രികളിൽ നീ കണ്ടത് പാഴ്ക്കിനാവല്ല സഭയെ, നീ കണ്ടത് സഹോദര, ആ രാജ്യത്ത് നിന്നെ മാനിക്കുമെന്ന്, ആ സ്ഥാനത്ത് നിന്നെ കൊണ്ടുപോകുമെന്ന്, ഇന്നലകളിലെ കണ്ണുനീരിനും നിരാശയ്ക്കും വേദനയ്ക്കും അറുതി വരുത്തുമെന്ന് എന്റെ ദൈവം നിനക്ക് കാണിച്ചു തന്നത് അത് നിന്റെ മനസ്സിന്റെ വിഫലത അല്ല. ആമേൻ. അത് ദർശനമാണ്. കാരണം നീ ദൈവത്തെ സ്നേഹിക്കുന്നവനാണ്, നീ പ്രാർത്ഥിക്കുന്നവനാണ്, നീ ദൈവത്തോടൊപ്പം സഞ്ചരിക്കുന്നവനാണ്. കേൾക്കണമേ. ആമേൻ സ്തോത്രം. അങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്ന യോസേഫ് ദർശനത്തിൽ ചിലത് കാണുകയാണ്. ആ ദർശനത്തിന്റെ പൊരുൾ സഹോദരന്മാർക്കും അവന്റെ പിതാവിനും മനസ്സിലായി, മാതാവിനും മനസ്സിലായി. ആമേൻ. വാഴ്ച ആമേൻ ദർശനത്തിലൂടെ ദൈവം യോസേഫിന് നൽകി. വാഴ്ച ദർശനത്തിലൂടെ ദൈവം യോസേഫിന് നൽകി. യോസേഫ് സഹോദരന്മാരെക്കാൾ ശ്രേഷ്ഠനായി മാറും. യോസേഫ് മാതാപിതാക്കളെക്കാൾ ശ്രേഷ്ഠനായി മാറും. യോസേഫ് അന്ന് ആ ദേശത്തുണ്ടായിരുന്ന സകലരെക്കാളും ശ്രേഷ്ഠനായി മാറും. ഭക്തനോട് ദൈവം സംസാരിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയരെ, പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഉയർച്ചയുടെ ദർശനങ്ങൾ നൽകുമ്പോൾ, ദൈവം ഉയർച്ചയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ലോക മനുഷ്യനെ പോലെ ആമേൻ സ്തോത്രം ചിരിച്ചു തള്ളേണ്ട. എന്റെ ദൈവം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിവുണ്ട്. ആമേൻ സ്തോത്രം. ദൈവം നിന്റെ ഉയർച്ചയെ പ്രവചിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നെ ദർശനത്തിലൂടെ ചില സ്ഥാനങ്ങളിൽ കൊണ്ടു ചെന്നിരുത്തിയിട്ടുണ്ടെങ്കിൽ, ആ സ്ഥാനങ്ങളിൽ നിന്നെ നിർത്തുവാൻ, നിന്നെ മാനിക്കുവാൻ എന്റെ ദൈവത്തിന് നിശ്ചയമായി കഴിയും. അതേ ഉയർച്ച ദർശനം കണ്ട യോസേഫ് സന്തോഷത്തോടെ അത് തന്റെ സഹോദരന്മാരോട്, തന്റെ മാതാപിതാക്കളോടും പറയുന്നു. അന്ന് മുതൽ ഇന്ന് വരെ, അല്ലെങ്കിൽ എല്ലാ കാലത്തും മനുഷ്യന് അല്ലെങ്കിൽ അവനവന് പണി വാങ്ങിക്കൂട്ടുന്നത് അവനവൻ തന്നെയാണ്, അവനവന്റെ കയ്യിലിരിപ്പ് തന്നെയാണ്. എന്തെങ്കിലും ഒരു നല്ലത് ചെയ്യുവാൻ പോകുന്നുവെങ്കിൽ, എന്തെങ്കിലും ഒരു നല്ലത് ജീവിതത്തിൽ സംഭവിച്ചാൽ അവൻ ചെണ്ട കൊട്ടി നാട്ടുകാരെ മുഴുവൻ അറിയിക്കും. ആമേൻ. എടിയെ കേട്ടോ, എൻ്റെ മകളെ ഞാൻ ഡോക്ടറാക്കും, എൻ്റെ മകനെ ഞാൻ എഞ്ചിനീയറാക്കും, എൻ്റെ മകന് വേണ്ടി ഞാൻ ഇത് ചെയ്യും, എൻ്റെ മകന് വേണ്ടി ഞാൻ അത് ചെയ്യും, ഞാൻ അങ്ങനെയുള്ള വീട് വയ്ക്കും, ഞാൻ ഇങ്ങനെയുള്ള വീട് വയ്ക്കും. ആമേൻ സ്തോത്രം. ഓ സ്തോത്രം. നിന്റെ സ്വപ്നങ്ങൾ ദൈവം നിന്നോട് പറയുന്നത് അതുപോലെ ലോകത്തോട് വിളിച്ചു പറഞ്ഞ് അത് അങ്ങനെ തന്നെ ആക്കി കളയുന്നവർ. ആമേൻ. ലോകത്തോട് വിളിച്ചു പറയുവാനല്ല ദൈവം നിനക്ക് ദർശനങ്ങൾ നൽകുന്നത്, പ്രാർത്ഥിച്ചു പ്രാപിക്കുവാനാണ്. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ലോകത്തോട് ലോക മനുഷ്യനെ പോലെ വിളിച്ചു പറയുവാനല്ല, പ്രാർത്ഥിച്ചു പ്രാപിക്കുവാൻ. നിന്റെ ദർശനങ്ങളെ പ്രാർത്ഥിച്ചു പ്രാപിക്കുവാൻ, നിന്റെ ദർശനങ്ങളുമായി ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുവാൻ, ആ ദർശനങ്ങളെ നിറവേറ്റി തരുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ഇനിയെങ്കിലും ആ പണി വാങ്ങരുതേ. ആമേൻ സ്തോത്രം. കേൾക്കുന്ന മാത്രയിൽ തന്നെ ആമേൻ സ്തോത്രം, അറിഞ്ഞ ഉടനെ തന്നെ ലോകത്തോട് വിളിച്ചു പറയുന്ന ആ വാക്കുകൾക്ക് മാറ്റം വരുത്തി ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്ക്. ദർശനം തന്ന ദൈവത്തോട് പ്രാർത്ഥിക്ക്. നിന്റെ ഭർത്താവിനെ മാറ്റുമെന്ന് ദൈവം പറഞ്ഞാൽ, നിന്റെ മക്കളെ അനുഗ്രഹിക്കുമെന്ന് ദൈവം പറഞ്ഞാൽ, അവർക്ക് നല്ല ഭാവി തരുമെന്ന് ദൈവം പറഞ്ഞാൽ, ആ ദൈവത്തോട് പ്രാർത്ഥിക്കുക. യേശുവേ, നീ എന്നോട് ദർശനത്തിലൂടെ സംസാരിച്ചുവല്ലോ, അത് ഞാൻ പ്രാപിക്കുന്നത് വരെ എന്റെ വായ നീ അടച്ചു വെക്കണം. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ഓ റീദാരാധന ശക എന്റെ ദർശനത്തെ ഞാൻ പ്രാപിക്കുന്നത് വരെ യേശുവിൻ നാമത്തിൽ നിന്റെ ദർശനം നീ ഓ സ്തോത്രം ദൈവം നിനക്ക് തരുന്നത്, നിന്റെ ദർശനം നിറവേറുന്നത് നീ പറഞ്ഞിട്ടല്ല ലോകം അറിയുവാനുള്ളത്, അവർ കണ്ടറിയണം. ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ നീ പറഞ്ഞിട്ടല്ല സ്തോത്രം. നോക്കൂ,
യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായമാണെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ ആയിരിക്കട്ടെ. ആമേൻ. അവിടെ ഒരു കുരുടൻ, പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ ആമേൻ പൊതുസ്ഥലങ്ങളിലൊക്കെ ജനങ്ങൾ കാണുകയാണ്. ആമേൻ. 4 ആൾ കൂടുന്നിടത്തൊക്കെ ആ മനുഷ്യനുണ്ട്. അവന്റെ ജോലി എന്താണ്? ഭിക്ഷാടനമാണ്. ആൾ കൂടുന്നതൊക്കെ അടുത്തൊക്കെ ആ മനുഷ്യനുണ്ട്. അവൻ ജന്മനാൽ ആമേൻ ജനിച്ചപ്പോൾ തന്നെ കുരുടനായിരുന്നു എന്ന് 1 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണുവാനും മനസ്സിലാക്കുവാനുമായിട്ട് കഴിയും. എന്നാൽ കേൾക്കണമേ, സ്തോത്രം, പെട്ടെന്ന് ഒരു ദിവസം യേശുവും അവനും കൂട്ടിമുട്ടി, അല്ലെങ്കിൽ യേശുവും അവനും കണ്ടു. അതിനുശേഷം അവനെ പുരോഹിതന്മാർ കാണുന്നത് ചന്ത സ്ഥലത്തല്ല, ആൾക്കൂട്ടമുള്ള സ്ഥലത്തല്ല, ഭിക്ഷ എടുക്കുന്ന സ്ഥലത്തല്ല, മറിച്ച് ദൈവത്തിന്റെ ആലയത്തിനകത്ത്. ആമേൻ. പരിചിതമില്ലാത്ത സ്ഥാനത്ത് ദൈവം അവനെ കൊണ്ടുചെന്ന് നിർത്തി. അവൻ വിളിച്ചു പറഞ്ഞിട്ടല്ല അവന് കാഴ്ച വന്നത്, ആ ലോകം അറിഞ്ഞത് അവൻ നിൽക്കാത്ത ഒരു സ്ഥലത്ത്, അവൻ ഒരിക്കലും നിൽക്കത്തില്ല എന്ന് ലോകം കണക്കുകൂട്ടിയ സ്ഥാനത്ത്. ഇന്ന് പകലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, നീ ഒരിക്കലും നിൽക്കത്തില്ല എന്ന്, നിന്നെ ഒരിക്കലും നിർത്തത്തില്ല എന്ന് ലോകം പറയുന്ന സ്ഥാനത്ത് എന്റെ ദൈവം നിന്നെ കൊണ്ട് ലോകത്തിന് ഉൾക്കൊള്ളുവാൻ കഴിയത്തില്ല. നീ ചില സ്ഥാനങ്ങളിൽ നിൽക്കുമെന്ന്, നീ ചിലത് പ്രാപിക്കുമെന്ന്, നീ ചിലത് നന്മയായി അനുഭവിക്കുമെന്ന്. എന്നാൽ കേൾക്ക്, ലോകം ഉൾക്കൊള്ളാത്ത, ലോകത്തിന് പ്രതീക്ഷിക്കുവാൻ കഴിയാത്ത ചില സ്ഥാനത്ത്, ചില കുടുംബങ്ങൾക്കകത്ത്, ചില ഭവനങ്ങള്, ചില രാജ്യങ്ങള്, ചില വേദികളിൽ നോക്കണമേ, അത് ലോകത്തോട് സഹോദരൻ യോസേഫ് വിളിച്ചു പറഞ്ഞു. ഫലം എന്താണ്? ആമേൻ, സ്തോത്രം. അവൻ ഒഴിവാക്കപ്പെട്ടു. സഹോദരന്മാർ തന്നെ അവനെ എടുത്ത് ആമേൻ വെള്ളമില്ലാത്ത ഒരു പൊട്ട കുഴിക്കകത്ത്, ഒരു കിണറിനകത്ത് എറിഞ്ഞു കളഞ്ഞു. സഹോദരന്മാർ യോസേഫിനെ ആമേൻ എറിഞ്ഞു കളഞ്ഞു. ദൈവത്തെ സ്നേഹിച്ച യോസേഫ്, ദൈവത്തിൽ നിന്ന് ദർശനങ്ങൾ കണ്ട യോസേഫ്, പല ചോദ്യങ്ങളും അവിടെ ഉയരാം. യോസേഫേ, നീ സ്നേഹിച്ച നിന്റെ ദൈവം എവിടെ? നിന്റെ സഹോദരന്മാർ നടക്കാത്ത വഴികളിൽ നടന്നപ്പോൾ ആ വഴികളിൽ നിന്നും മാറി നടന്ന് നിന്റെ അപ്പന് പ്രിയനായവനായിരുന്നു, അപ്പന്റെ ദൈവത്തെ സ്നേഹിച്ച ആമേൻ, നിന്റെ സ്തോത്രം, നീ സ്നേഹിച്ച നിന്റെ ദൈവം എവിടെ? നിന്റെ സ്നേഹത്തിന് ദൈവം എന്താണ് പ്രതിഫലം തന്നത്? എന്താണ് ആമേൻ നിന്റെ സ്നേഹത്തിന് ഫലമായി എന്റെ ദൈവം തന്നത്? ആമേൻ, സ്തോത്രം. കേൾക്കണമേ, ദൈവത്തെ യോസേഫ് സ്നേഹിച്ചത് കൊണ്ട് ബൈബിൾ പറയുന്നു, ഉൽപ്പത്തി പുസ്തകം 41 മിസ്രയീമിലെ മേലധികാരിയാക്കി ദൈവം യോസേഫിനെ മാറ്റി. ആമേൻ. ശ്രദ്ധിക്കണമേ, സഹോദരന്മാർ യോസേഫിനെ ഒഴിവാക്കിയപ്പോൾ ദൈവം ആമേൻ മറ്റൊരു ദേശത്ത് യോസേഫിനെ ഏറ്റവും മാനിച്ചു. ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, ചിലർ യോസേഫിനെ ഒഴിവാക്കിയപ്പോൾ, ചിലർ യോസേഫിനെ തള്ളിക്കളഞ്ഞപ്പോൾ, ചിലർ യോസേഫിനെ ഇവൻ വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയപ്പോൾ ദൈവം യോസേഫിനെ ഏറ്റവും മാനിച്ചു. ആമേൻ. കേൾക്കണമേ, ഒരു ഒഴിവാക്കൽ എന്ന തിന്മ, അത് തിന്മയാണ്. പ്രിയപ്പെട്ടവർ, ഒഴിവാക്കുന്നത് തിന്മയാണ്. വേണ്ടപ്പെട്ടവർ മാറ്റി നിർത്തുന്നത് തിന്മയാണ്. പഴി പറയുന്നത് തിന്മയാണ്. ആ തിന്മ നീ അനുഭവിക്കുമ്പോൾ തിരിച്ചറിയുക, ദൈവം നിന്നെ മറ്റൊരു സ്ഥലത്ത് ആമേൻ അവൻ ഒരുക്കിയിരിക്കുന്ന അനുഭവത്തിലേക്ക് കൊണ്ടു ചെല്ലുവാൻ പോകുന്നു. ആമേൻ. ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, ആമേൻ, സ്തോത്രം. സ്തോത്രം. ദൈവം ചില സ്ഥാനത്ത് ആമേൻ അവനെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്ന നന്മകളിലേക്ക് കൊണ്ടുപോകുവാനായി പോകുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണമേ, ഇപ്പോഴും ഒരു ചോദ്യം പ്രസക്തമായി അവിടെ ഉയർന്നു വരാം. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ദൈവം ഈ ഒഴിവാക്കൽ അനുവദിക്കുന്നു? ഇതൊന്നും കൂടാതെ തന്നെ എൻ്റെ ദൈവത്തിന് എന്നെ മാനിക്കുവാൻ കഴിയത്തില്ലേ? തീർച്ചയായിട്ടും ദൈവത്തിന് കഴിയേണ്ടതാണല്ലോ. കഴിയുന്നത് കൊണ്ടാണല്ലോ അവനെ നമ്മൾ ദൈവം എന്ന് വിളിക്കുന്നത്. ആമേൻ. പക്ഷെ എന്തുകൊണ്ട് ദൈവം യോസേഫിന്റെ ജീവിതത്തിൽ ഒഴിവാക്കലിന്റെ അനുഭവത്തെ ഒരുക്കി നൽകി? ആമേൻ. കഴിഞ്ഞ ആമേൻ, സ്തോത്രം, ചില വർഷങ്ങൾക്ക് മുമ്പ് പ്രൈസ് ഫാമിലിയിലേക്ക് ഒരു സഹോദരി തന്റെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാനായി വിളിക്കുകയുണ്ടായി. വലിയ നിലവിളിയോടെ ആ സഹോദരി തുടങ്ങി, ദേവദാസനെ, ഞാനിനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, എനിക്കിനി മരിച്ചാൽ മതി, ഞാനിതാ ആത്മഹത്യ ചെയ്യുവാൻ പോകുന്നു. ഞാൻ പെട്ടെന്ന് ലോക മനുഷ്യനായി പറഞ്ഞു, സഹോദരി നിൽക്ക്, വെയിറ്റ് ചെയ്യ്, ഒരു 2 പേരെങ്കിലും കൂടെ വിളിച്ചിട്ട് നീ ചത്താൽ മതി, ഇല്ലെങ്കിൽ ഇനി ഈ മരണത്തിന് കൂടെ പാവപ്പെട്ട പാസ്റ്റർ ഉത്തരവാദിയായി മാറിയാലോ. ആമേൻ. ശ്രദ്ധിക്കണമേ, ഇന്നത്തെ ലോകം അങ്ങനെയാണ്. എവിടെ നിന്നാണ് പണി കിട്ടുന്നതെന്ന് അറിയുവാൻ കഴിയത്തില്ല. ഞാനിങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നു, ആ സഹോദരി പറയുവാനായിട്ട് തുടങ്ങി, ദേവദാസനെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനത്തിൽ ദൈവം
എന്നെ കൊണ്ടുവന്നാക്കി. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനം, ഭർത്താവ്, അമ്മായിയമ്മ, നാത്തൂന്മാർ, അങ്ങനെ അമ്മനെ വലിയൊരു കൂട്ടം തന്നെ എനിക്ക് അവിടെ ഉണ്ടായി. ഞാൻ വളരെ സന്തോഷിച്ചു. എനിക്ക് വളരെ സന്തോഷമായി. വന്ന് കയറിയ ഉടനെ ആമേൻ ലോക മനുഷ്യരെ പോലെ ഞാൻ തമ്മിൽ തല്ലിയില്ല. എൻ്റെ അമ്മായിയമ്മയുമായി ചേർന്ന് ഞങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ ആമേൻ മുൻപോട്ട് പോകുവാനായി തുടങ്ങി. അടുത്ത വീട്ടിലെ കാര്യങ്ങൾ അമ്മായി വന്ന് മരുമോളോട് പറയും. മരുമോൾ ഉടനെ പറയും, ശരിയാണ് അമ്മ, നിങ്ങളായതുകൊണ്ട് കൊള്ളാം, ഇത്രയും കാലം ഇവിടെ ജീവിച്ചു. ഞാൻ വന്ന നാളിൽ തന്നെ എനിക്ക് അവളെ സംശയം ഉണ്ടായിരുന്നു. മോളെ, നിനക്കെങ്കിലും കാര്യം മനസ്സിലായല്ലോ എന്ന ഗദ്ഗതത്തോടെ രണ്ടുപേരും കൂടെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള പരദൂഷണങ്ങൾ പറഞ്ഞ് കൊതിയും നുണയുമായി അങ്ങനെ ദിവസങ്ങൾ തള്ളി നീക്കുക. സുന്ദരമായ ജീവിതം. ആമേൻ. അത് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷമെന്ന് ഒരുപക്ഷെ മനുഷ്യർ ചിന്തിക്കും. ആമേൻ, ആമേൻ, സ്തോത്രം. ഒപ്പമില്ലാത്ത ആരെയെങ്കിലും കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ് സ്വയം സന്തോഷിക്കുന്ന അവസ്ഥ. ചില ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോയി. കുറെ കഴിഞ്ഞപ്പോൾ അമ്മായിയമ്മയ്ക്ക് ബോറടിച്ചു. അമ്മായിയമ്മയ്ക്ക് ബോറടിച്ചിട്ട് അമ്മായിയമ്മ ചിന്തിച്ചു, എന്നും ഇവളോട് മാത്രം സംസാരിച്ചത് കൊണ്ട് കാര്യമില്ലല്ലോ, ഇനി എൻ്റെ പഴയ ചങ്കത്തികളെയൊക്കെ തേടിപ്പോകാം. അങ്ങനെ അമ്മായിയമ്മ പഴയ അമ്മുമ്മമാരെ തേടിപ്പോയി. അമ്മുമാരെ തേടിപ്പോയപ്പോൾ അമ്മുമ്മമാർ ഇങ്ങോട്ട് പറഞ്ഞു, ആമേൻ, എനിക്ക് അന്നേ അറിയാമായിരുന്നടി അവൾ കെട്ടിക്കയറി വന്നപ്പോഴേ നിന്നെ അവൾ പൂട്ടിയിടുമെന്ന്. രക്ഷപ്പെടാൻ ഒരു മാർഗം വേണ്ട. അമ്മായി പറഞ്ഞു, ശരിയാടി, എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അവൾ എന്നെ വിടത്തില്ല. ഇങ്ങനെ ഒരുത്തി എൻ്റെ വീട്ടിനകത്ത് വന്ന് കയറിയല്ലോ. ഇത് കേട്ട് അവൾക്ക് ഹാലിളകി. ആമേൻ. ഒപ്പമുള്ളവരെല്ലാം ശത്രുക്കളായി മാറി, കരച്ചിലായി, നിലവിളിയായി. എനിക്ക് മരിച്ചാൽ മതി. പഴയ സ്നേഹം നഷ്ടപ്പെട്ടു. പഴയ ഒരു തമ്മിൽ പരസ്പരം പലതും സംസാരിക്കുന്ന കൂട്ടായ്മയുടെ അനുഭവം നഷ്ടപ്പെട്ടു. ആമേൻ. ചിരിയോടെയാണെങ്കിലും ഞാൻ കേട്ടുകൊണ്ടിരുന്നു. ഒപ്പം തന്നെ ഞാൻ ആ സഹോദരിയോട് ചോദിച്ചു, സഹോദരി, നിങ്ങൾ ജോലിക്കൊന്നും ശ്രമിച്ചില്ലേ? ഏതുവരെ പഠിച്ചിട്ടുണ്ട്? അപ്പോൾ ആ സഹോദരി പറഞ്ഞു, ഞാൻ BSc നേഴ്സിംഗ് കഴിഞ്ഞതാണ്. നേഴ്സിംഗ് കഴിഞ്ഞ ഉടനെ എൻ്റെ പപ്പായും അമ്മയും കൂടെ എന്നെ കല്യാണം കഴിച്ചു വിട്ടു. കല്യാണം കഴിച്ചു വിട്ട സമയത്ത് ഞാൻ ചെറുക്കനോട് ചോദിച്ചപ്പോൾ ചെറുക്കൻ പറഞ്ഞു, എന്നെ IELTS OET ഒക്കെ എഴുതിപ്പിച്ച് വിദേശത്ത് നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അത് ആഗ്രഹമല്ല, എൻ്റെ മാതാപിതാക്കൾക്കുള്ള വാഗ്ദത്തമായിരുന്നു. ഞാനത് പ്രാപിച്ചെടുക്കേണ്ടതായിരുന്നു. ഞാൻ ചോദിച്ചു, പിന്നെ എന്ത് പറ്റി? അപ്പോൾ ആ സഹോദരി പറഞ്ഞു, നമുക്ക് ദൈവം തരുന്ന ഒരു അമ്മായിയല്ലേ, അവരോടൊപ്പം ഞാൻ കമ്പനി അടിച്ച് സ്നേഹിച്ച് ആമേൻ IELTS OET ഒക്കെ പോയി. ഞാൻ പറഞ്ഞു, സഹോദരി, കുറച്ച് ദിവസം കൂട്ടുകെട്ടൊക്കെ നിർത്തിയിട്ട് ആമേൻ പഠിക്കുവാനുള്ള വഴി നോക്ക്, എല്ലാം ശരിയാകും. ആമേൻ. ഈ കഴിഞ്ഞ ആഴ്ചയിലും ആ സഹോദരിയും തൻ്റെ ഭർത്താവും വിദേശത്ത് നിന്ന് വിളിക്കുമ്പോൾ ആ സഹോദരിക്ക് പറയുവാനുണ്ടായിരുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്, ദൈവദാസനെ, അന്ന് ആ കൂട്ട് പൊളിഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാനും അമ്മയും കൂടെ നാട്ടുകാരുടെ മൊത്തം നുണയും പറഞ്ഞ് വീട്ടിനകത്തിരുന്നേനെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അങ്ങനെ പറഞ്ഞിരിക്കാനല്ല ദൈവം നിന്നെ കണ്ടത്. ആമേൻ. നീ ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിച്ചെടുക്കണം. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയരെ, നിങ്ങൾ ഒഴിവാക്കപ്പെടുമ്പോൾ, നിങ്ങൾ ചില സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെടുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്. ദൈവത്തെ സ്നേഹിക്കുന്ന നിങ്ങൾ ലോകത്തെ സ്നേഹിച്ച് ലോക മനുഷ്യനെ പോലെ ഇരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന്റെ ആഗ്രഹം നീ അവനെ സ്നേഹിക്കുന്നവനായതുകൊണ്ട് തിന്മയെ പോലും നന്മയാക്കി മാറ്റണം. തിന്മയെ പോലും നന്മയാക്കി മാറ്റണം. കേൾക്കണമേ. ആമേൻ. സ്തോത്രം. എന്തിനാണ് ആ ഒഴിവാക്കൽ യോസേഫിന്റെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചത്? അവന്റെ വാഗ്ദത്തം, വാഴ്ച എന്ന വാഗ്ദത്തം പ്രാപിക്കുവാനായി. ആമേൻ. ദൈവത്തിനറിയാം ഇവൻ സഹോദരന്മാരുടെ പിന്നാലെ ചോറ് പാത്രവും കൊണ്ട് നടക്കുവാനുള്ളവനല്ല. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. നീ പലരുടെയും പിന്നാലെ നടക്കുവാനുള്ളവനല്ല. നിന്നെ വിളിച്ചത് ലോകത്തിൽ പലരുടെയും പിന്നാലെ നടക്കുവാനല്ല. നിന്നെ വിളിച്ചത് കൂട്ടുകാരുടെ പിന്നാലെ നടക്കുവാനല്ല. നിന്നെ വിളിച്ചത് ബന്ധുക്കൾക്ക് പിന്നാലെ നടക്കുവാനല്ല. നിന്നെ വിളിച്ചത് ചാർച്ചക്കാർക്ക് പിന്നാലെ നടക്കുവാനല്ല. നിന്നെ വിളിച്ചത് തന്റെ വാഗ്ദത്തം നിറവേറ്റുവാനായി ചില സ്ഥാനങ്ങളിൽ എൻ്റെ ദൈവത്തിന് കൊണ്ടിരുത്തുവാനത്രേ. ചില കൂട്ട് വെട്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചറിയ്, നീ വാഗ്ദത്തം പ്രാപിക്കുവാൻ പോകുക. ദൈവത്തെ സ്നേഹിക്ക്. ആ കൂട്ട് പെയ്യതിനെ കുറിച്ച് ഓർത്ത് കരയരുതേ. സ്തോത്രം. ചിലർ പിണങ്ങുമ്പോ, ചിലർ മാറി നിൽക്കുമ്പോ, ചിലർ ഒറ്റപ്പെടുത്തുമ്പോ മനുഷ്യനായി ചിന്തിച്ചിട്ട് കലഹിക്കാൻ നിൽക്കരുത്. നീ ദൈവത്തെ സ്നേഹിക്ക്. ദൈവത്തിന് സ്തോത്രം സ്നേഹിക്കുവാൻ ഒരാളെ ആവശ്യമുണ്ട്. അത് നിന്നെയാണ്. ആമേൻ. ഹല്ലേലൂയ. അത് നിന്നെയാണ്. ദൈവത്തിന് തന്നെ സ്നേഹിക്കുവാൻ ഒരാളെ ആവശ്യമുണ്ട്. സഭയെ അത് നിന്നെയാണ്. എന്നെ കേൾക്കുന്ന സഹോദര, സഹോദരി, പൊന്നുമക്കളെ, അത് നിങ്ങളെയാണ്. നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുക. നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുക. നിന്റെ കുടുംബത്തിൽ ആരും കണ്ടിട്ടില്ലാത്ത സ്ഥാനങ്ങളിൽ, നിന്റെ ദേശത്തിൽ ആരും കണ്ടിട്ടില്ലാത്ത സ്ഥാനങ്ങളിൽ എൻ്റെ ദൈവം നിന്നെ കൊണ്ടു ചെന്ന് ഇരുത്തുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഒഴിവാക്കപ്പെടാൻ, അവൻ മാറ്റി നിർത്തപ്പെടാൻ വല്ലാത്ത സങ്കടം വരുന്നൊരു വിഷയമാണ്.
ആമേൻ സ്തോത്രം. പലരും തളർന്നു പോകുന്നത് ഇവിടെയാ. അവൻ മിണ്ടുന്നില്ല, അവർ മിണ്ടുന്നില്ല, അവൾ മിണ്ടുന്നില്ല. ആമേൻ സ്തോത്രം, ആമേൻ സ്തോത്രം. നമ്മളങ്ങനെ ഒരു ദിവസം കരയുമ്പോൾ ദൈവം കുറേ ദിവസം കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. ഇവൾ എന്നോട് മിണ്ടുന്നില്ല, ഇവൻ എന്നോട് മിണ്ടുന്നില്ല. ആമേൻ സ്തോത്രം. ആമേൻ നമ്മൾ വാഗ്ദത്തം കേട്ടവരാണ്. വാഗ്ദത്തം കേട്ട നമ്മൾ ആമേൻ ലോക മനുഷ്യനെ പോലെ ആമേൻ ഒഴിവാക്കലുകളിൽ തള്ളിക്കളയലുകളുടെ മധ്യത്തിൽ പകച്ചു നിൽക്കുവാൻ ഉള്ളവർ അല്ല. ആമേൻ സ്തോത്രം. ദൈവത്തെ ഏതവസ്ഥയിലും സ്നേഹിച്ചു കൊണ്ടേയിരിക്കണം. ദൈവത്തെ ഏതവസ്ഥയിലും സ്നേഹിച്ചു കൊണ്ടേയിരിക്കണം. ദൈവം ആമേൻ സ്തോത്രം. ദൈവത്തെ യോസേഫ് പൊട്ടക്കുഴിക്കകത്തും സ്നേഹിച്ചു. ദൈവത്തെ യോസേഫ് ഒട്ടങ്ങളുടെ പിന്നാലെ ചാണകത്തിൽ ചവിട്ടാതെ ആമേൻ കൈകെട്ടപ്പെട്ടവനായി ചാടി പോകുമ്പോഴും ദൈവത്തെ യോസേഫ് സ്നേഹിച്ചു. അടിമയായി വില പറയപ്പെടുമ്പോഴും യോസേഫ് ദൈവത്തെ സ്നേഹിച്ചു. ഏത് അവസ്ഥയിലും ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുന്നവനായിരിക്കണം ഭക്തൻ. ഒരിക്കൽ കൂടി പറയട്ടെ, ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുന്നവനായിരിക്കണം ഭക്തൻ. നിങ്ങളുടെ അവസ്ഥയ്ക്കനുസരിച്ച് ദൈവത്തോടുള്ള സ്നേഹം മാറിപ്പോകരുത്. അവസ്ഥയ്ക്കനുസരിച്ച് ആമേൻ സ്തോത്രം. നമ്മൾ മാതാപിതാക്കളെ സ്നേഹിക്കുന്നത് പോലെ തന്നെ, മാതാപിതാക്കളെ സ്നേഹിക്കുന്നത് സാഹചര്യം നോക്കിയിട്ടാണോ, അവസ്ഥ നോക്കിയിട്ടാണോ? അല്ലല്ലോ. അവർ നമുക്ക് ജന്മം നൽകിയത് കൊണ്ട് നമ്മൾ അവരെ സ്നേഹിക്കുന്നു. അതുപോലെ ദൈവം നമ്മെ സൃഷ്ടിച്ചത് കൊണ്ട്, തൻ്റെ പുത്രനെ അയച്ച് നിത്യ മരണത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തത് കൊണ്ട് ഏത് അവസ്ഥയിലും നമുക്ക് ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയണം. അങ്ങനെ സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിൽ കടന്നു വരുന്ന തിന്മയെ ദൈവം നന്മയാക്കി മാറ്റും. 2, കള്ളക്കുറ്റം പറച്ചിൽ അഥവാ കള്ളസാക്ഷ്യം പറച്ചിൽ എന്ന തിന്മ. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇവിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ആമേൻ സ്തോത്രം. ആ ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക. പോത്തിഫോറിന്റെ ഭവനത്തിൽ ആമേൻ യോസേഫ് എത്തപ്പെടുന്നു. അവിടെ യോസേഫിന് വിരോധമായി ഒരു കള്ളസാക്ഷ്യം പറയപ്പെടുകയാണ്. യോസേഫ് ചെയ്യാത്തത് ചെയ്തു എന്ന് കള്ളസാക്ഷ്യം പറയുന്ന അനുഭവമുണ്ടായി. ഒരു ഭക്തനായി, ഒരു സ്തോത്രം ദൈവ ഭക്തനായി നിങ്ങൾ ഈ സമയം എന്നെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പറയുവാനുള്ള പരാതിയും അത് തന്നെ ആയിരിക്കും. ദൈവദാസനെ, ഞാൻ സ്വപ്നത്തിൽ കാണാത്തത്, ഞാൻ ചിന്തിക്കാത്തത്, ആമേൻ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ചിന്തിക്കാത്തത്, ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ലാത്തത് എനിക്ക് വിരോധമായി എൻ്റെ പ്രിയപ്പെട്ടവർ പോലും പറയുന്നു. ആമേൻ ഞാൻ ചെയ്യാത്തത് പറയുന്നു, ഞാൻ പറയാത്തത് പറയുന്നു, ഞാൻ കാണാത്തത് പറയുന്നു. ആമേൻ സ്തോത്രം. കേൾക്കണമേ, യോസേഫ് ചെയ്യാത്തത്, യോസേഫ് ആമേൻ ചിന്തിക്കാത്തത് അവൻ്റെ മേൽ ആമേൻ സ്തോത്രം കെട്ടിവെച്ച് യോസേഫിനെ ആമേൻ സ്തോത്രം താനായിരുന്ന സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുന്നു. ആമേൻ. എന്തിനാണ് കള്ളക്കുറ്റം പറയുന്നത്? ചില സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിവാക്കുവാൻ വേണ്ടി, ചില ഇടങ്ങളിൽ നിന്ന് ഒഴിവാക്കുവാൻ വേണ്ടി, ചില ഇടങ്ങളിൽ നിന്ന് നിങ്ങളെ ഓടിക്കുവാൻ വേണ്ടി, ചില ഇടങ്ങളിൽ നിങ്ങൾ നിൽക്കാതിരിക്കുവാൻ വേണ്ടി. ആമേൻ. യോസേഫ് ആ ഭവനത്തിൽ തുടരാതിരിക്കുവാൻ വേണ്ടി ആമേൻ യോസേഫിന് വിരോധമായി പോത്തിഫറിന്റെ ഭാര്യ ആമേൻ സ്തോത്രം കള്ളക്കുറ്റം ചുമത്തി. ആമേൻ. എന്നാലും യോസേഫ് ദൈവത്തെ സ്നേഹിച്ചു. കേൾക്കണമേ, എങ്കിലും ആമേൻ എന്നിട്ടും ഇത്ര കിട്ടിയിട്ടും യോസേഫ് പഠിച്ചില്ല. എന്നിട്ടും യോസേഫിന്റെ സ്നേഹം മുഴുവൻ ദൈവത്തോടായിരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? 39-ാം അധ്യായം 22-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. കാരാഗ്രഹത്തിലെ സകല ബദ്ധന്മാരെയും കാരാഗ്രഹ പ്രമാണി യോസേഫിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ആമേൻ. ശ്രദ്ധിക്കണമേ, ഒരു വീട്ടുവേലക്കാരനായ അടിമയെ ദൈവം ജയിലറാക്കി മാറ്റി. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ജയിലറയിലാക്കി എന്നല്ല, കുറ്റം പറഞ്ഞവൾ കരുതി ഇവൻ ജയിലറയിലാകും. എന്നാൽ ദൈവം പറഞ്ഞു, ഇവനെ ഞാൻ ജയിലറാക്കും. ആമേൻ. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ആമേൻ സ്തോത്രം. കുറ്റം പറഞ്ഞവൾ പറഞ്ഞത് ആമേൻ ഇവിടെ ആമേൻ അവൻ ഒതുങ്ങിപ്പോകും, അവിടെ കിടന്നവൻ നരകിക്കും, അവിടെ കിടന്നവൻ മരിക്കും, അവിടെ കിടന്നവൻ നശിച്ചു പോകും. എന്നാൽ ദൈവം പറഞ്ഞു, അവൻ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് അവനെ ഞാൻ ഒഴിവാക്കത്തേ ഇല്ല. ആമേൻ. കേൾക്കണമേ, എത്ര മനോഹരമാണ് ദൈവത്തിന്റെ പദ്ധതി. ആമേൻ സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെന്നെത്തുവാൻ കഴിയാത്ത ആമേൻ അല്ലെങ്കിൽ നമ്മൾ സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ചില ഭയാനകമായ അനുഭവങ്ങളിൽ നമ്മൾ പതറിപ്പോകാറുണ്ട്. ചില അവസ്ഥകൾ കടന്നു വരുമ്പോൾ, പ്രത്യേകിച്ച് ചില രോഗങ്ങൾ കടന്നു വന്നാൽ, സാമ്പത്തികമായ അമിതമായ ബാധ്യതകൾ കടന്നു വന്നാൽ, നമ്മൾ ആഗ്രഹിക്കുന്നത് പലതും നടക്കാതിരുന്നാൽ നമ്മൾ ചിന്തിച്ച് ഭാരപ്പെടും. ഇതിൽ നിന്നൊരു മോചനമില്ല, ഈ രോഗത്തിൽ നിന്നൊരു മോചനമില്ല, ഈ അവസ്ഥയിൽ നിന്ന് എനിക്ക് പുറത്തു വരുവാൻ കഴിയത്തില്ല, ഈ അവസ്ഥയിൽ തന്നെ എൻ്റെ ജീവിതം ഇങ്ങനെ തുടരും, ഞാൻ നശിക്കും, ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ തകർന്നു പോകും. എന്നാൽ കേൾക്കണമേ, ഏതവസ്ഥയിലും നീ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ, ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ, നീ ദൈവത്തെ സ്നേഹിക്കുന്നു എങ്കിൽ ആ അവസ്ഥയിൽ ദൈവം നിന്നെ ഏറ്റവും അനുഗ്രഹമാക്കി നിർത്താം. ആമേൻ. കാരാഗ്രഹത്തെക്കുറിച്ച് ആമേൻ സ്തോത്രം യോസേഫിന് 60
അറിവുണ്ട്. കാരാഗ്രഹത്തിൽ എന്താണ്? ഉപദ്രവമുണ്ട്, പീഡയുണ്ട്, കഷ്ടമുണ്ട്. താൻ കടന്നു പോകുന്നത് കാരാഗ്രഹത്തിലേക്കാണ്. നമ്മെ പോലെ യോസേഫിനെ നിലവിളിക്കാൻ, ദൈവമേ എന്നാലും നീ ഈ പണി തന്നല്ലോ, എന്നാലും നീ എന്നെ ഈ കാരാഗ്രഹത്തിനകത്തോട്ടിട്ടല്ലോ. അടിമയായി വിറ്റപ്പോഴും ഞാൻ എതിർത്ത് പറഞ്ഞില്ല, വലിയ കഷ്ടതയിൽ ഞാൻ ആയപ്പോഴും ഞാൻ എതിർത്ത് പറഞ്ഞില്ല, എന്നാലും നീ ഈ ചതി എന്നോട് ചെയ്യണ്ടായിരുന്നു. എന്നാൽ കേൾക്ക്, എൻ്റെ ദൈവത്തിന് അവിടെയും നിന്നെ മാനിക്കുവാൻ കഴിയും. നിന്റെ അറിവുകൾ മാറിപ്പോകും വിധത്തിൽ, നിന്റെ അറിവുകളെ തകിടം മറിക്കുന്ന വിധത്തിൽ, നിന്റെ ഇന്നലകളിലെ എക്സ്പീരിയൻസിനെ തകിടം മറിക്കും വിധത്തിൽ, ഇന്നലകൾ നീ കണ്ടതും കേട്ടതും അതൊന്നും സത്യമല്ല എന്ന് വിളിച്ചു പറയും വിധത്തിൽ, അതൊന്നും നിന്റെ ജീവിതത്തിൽ സത്യമല്ല എന്ന് വിളിച്ചു പറയും വിധത്തിൽ അവിടെ എൻ്റെ ദൈവത്തിന് നിന്നെ ഉയർത്തുവാൻ കഴിയും. നീ കഷ്ടത പ്രതീക്ഷിക്കുന്ന സ്ഥാനത്ത്, നീ തകർച്ച പ്രതീക്ഷിക്കുന്ന സ്ഥാനത്ത്, നീ മരണം പ്രതീക്ഷിക്കുന്ന സ്ഥാനത്ത്, സഹോദര ആ രാജ്യത്ത്, സഹോദരി ആ രാജ്യത്ത് നിന്നെ മാനിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. പ്രിയ മാതാവേ, പിതാവേ, നിന്റെ മക്കളെ ഇനി ഒരിക്കലും രക്ഷപ്പെടത്തില്ല എന്ന് അവർ കരുതിയായിരിക്കുന്ന, നീ ചിന്തിച്ചായിരിക്കുന്ന ആ സ്ഥാനത്ത് അവരെ ഉയർത്തുവാൻ, അവരെ യേശുവിൻ നാമത്തിൽ താങ്ക് യു ലോർഡ്. ഓ റീദാന ശഖാരധര ശന്തോർഗന. Hallelujah. Thank you Lord. ആമേൻ. സ്തോത്രം. ചോദിക്കാം പിന്നെയും ദൈവത്തോട് തന്നെ, ദൈവമേ എന്തിനാണ് എനിക്ക് വിരോധമായി കള്ള സാക്ഷ്യം പറയുവാൻ നീ ആ സ്ത്രീയെ അനുവദിച്ചത്? എനിക്ക് വിരോധമായി കള്ള സാക്ഷ്യം പറയുവാൻ നീ എന്തിനാണ് ദൈവമേ അവരെ അനുവദിച്ചത് എന്ന് ചോദിച്ചാൽ, ആമേൻ സ്തോത്രം, ഒരിക്കലൊരു സഹോദരൻ, ആമേൻ, കൊറോണ വന്ന സമയം, ആ സമയത്ത് ഒരു സഹോദരൻ വിദേശത്തായിരുന്നു, ജോലിയില്ലാതിരുന്നു, ഒത്തിരി നാൾ പ്രാർത്ഥിച്ച് ആ സഹോദരന് ആ കൊറോണ സമയത്ത് ഒരു ജോലി കിട്ടി. അത് തന്നെ താൻ വലിയൊരു ഭാഗ്യമായി, അനുഗ്രഹമായി കണ്ട് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തി പ്രൈസർ ഫാമിലിക്കൊപ്പമായിരിക്കുന്നു, ഇപ്പോഴും ഉണ്ട് കേട്ടോ. ആമേൻ. ആ സഹോദരൻ, ആമേൻ, താൻ ജോലിയിൽ പ്രവേശിച്ച് ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മുതൽ, ആമേൻ സ്തോത്രം, ജോലി കിട്ടിയ സന്തോഷമൊന്ന് മാറുന്നതിന് മുമ്പ്, ആമേൻ, തനിക്ക് വിരോധമായി തനിക്കൊപ്പമുള്ളവർ, ആമേൻ സ്തോത്രം, തൻ്റെ ആ സ്തോത്രം തനിക്ക് ജോലി നൽകുന്ന സ്പോൺസറോട് ഇല്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുവാനായി തുടങ്ങി. താൻ ചെയ്യാത്തത് തന്നെക്കുറിച്ച്, ആമേൻ, ആ വ്യക്തിയോട് പറയുവാനായി തുടങ്ങി. ആ സഹോദരൻ വളരെ വേദനയോടെ വിളിച്ചു പറഞ്ഞു, ദൈവദാസനെ, നമുക്ക് പ്രാർത്ഥിച്ച് ദൈവം തന്ന ജോലിയല്ലേ, നിങ്ങൾ ഒത്തിരി ഉപവസിച്ചതല്ലേ, നിങ്ങൾക്കൊപ്പം ഞങ്ങൾ ഉപവസിച്ചില്ലേ, എന്നിട്ടും ഈ കഷ്ടതയാണല്ലോ. ഞാൻ പറഞ്ഞു, നീ പ്രാർത്ഥിച്ചു കിട്ടിയ ആ ജോലിയിൽ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ദൈവം അറിയാതെ വന്നതല്ല, അതിനകത്തൊരു ദൈവപ്രവൃത്തിയുണ്ട്. നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക, നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ആ സഹോദരൻ പറഞ്ഞു, എനിക്കിനി ഇവിടെ നിൽക്കുവാൻ കഴിയത്തില്ല. ദൈവദാസനെ, നിങ്ങൾക്കറിയാമോ, ഈ ജോലി കിട്ടിയപ്പോൾ ഞാൻ തീരുമാനിച്ചതാണ് ഇനിയുള്ള കാലം മുഴുവൻ ഇവിടെ തന്നെ തുടരണം. കാരണം നല്ല കൊളീക്കാണ്, നല്ല ആ റൂംമേറ്റ്സ് ആണ് എനിക്ക് കിട്ടിയത്, കൂടെ ജോലി ചെയ്യുന്നവർ നല്ലവരാണ്. എനിക്കിവിടുത്തെ അന്തരീക്ഷമായിട്ടൊക്കെ ഞാൻ ഇഴുകിച്ചേർന്നു. എനിക്കിത് മതി, ആമേൻ, ഇത് മതി എന്ന് ഞാൻ ചിന്തിച്ചതാ. പക്ഷേ എനിക്കിനി വേണ്ട, എനിക്കിനി ഇവിടെ നിൽക്കുവാൻ കഴിയത്തില്ല. ഞാൻ പറഞ്ഞു, ആമേൻ സ്തോത്രം, നീ പ്രാർത്ഥിച്ച് മുൻപോട്ട് പോ, കർത്താവ് നിനക്ക് മുമ്പിൽ വഴികളെ തുറക്കും. ആമേൻ. ഇന്ന് ആ സഹോദരൻ ഗൾഫ് രാജ്യത്തിൽ നിന്ന് മറ്റൊരു യൂറോപ്യൻ രാജ്യത്തിൽ ആയിരിക്കുന്നു. ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ ഈ മെസ്സേജ് ആ സഹോദരന് കേൾക്കും. എന്തുകൊണ്ട് ആ കള്ളക്കുറ്റം പറച്ചിൽ ദൈവം ഉയരത്തിൽ നിന്ന് തീ ഇറക്കി നിർത്തിയില്ല എന്ന് ചോദിച്ചാൽ, അവൻ ഗൾഫ് രാജ്യത്തിൽ കിടക്കുവാനുള്ളവനല്ല, യൂറോപ്പിലെത്തേണ്ടവനാണ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അല്ലെങ്കിൽ അവിടെ അറവിയും ഒട്ടകവും കളിച്ച് അവൻ നടന്നേനെ. ആമേൻ. അവന് വാഗ്ദത്തങ്ങൾ ഒത്തിരിയുണ്ട്, അവന് ആവശ്യങ്ങൾ ഒത്തിരിയുണ്ട്. അവൻ ദൈവത്തെ സ്നേഹിക്കുന്നവനായതുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ പലതും ദൈവത്തിന് ചെയ്യേണ്ടതുണ്ട്. ചില പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നീ തിരിച്ചറിയ, നീ പ്രതീക്ഷിക്കാത്ത ചില തലങ്ങളിലേക്ക് എൻ്റെ ദൈവം നിന്നെ കൊണ്ടുപോകുവാൻ പോകുക. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ആ ഭവനത്തിനകത്ത് നിന്ന്, ആമേൻ സ്തോത്രം, ആ അടുക്കളയ്ക്കകത്തു നിന്ന്, യജമാനന്റെയും യജമാനത്തിയുടെയും പിന്നാലെ നടക്കുന്ന അനുഭവത്തിൽ നിന്ന് ജയിലർ എന്ന പദവിയിലേക്ക് ദൈവം കാരാഗ്രഹത്തിന്റെ അനുഭവത്തിന് മധ്യത്തിൽ യോസേഫിനെ എടുത്തുയർത്തിയെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയരെ, ആ വിധത്തിൽ ആമേൻ പലരും പറയുന്നത് കേട്ട് മനസ്സുമടുത്ത് വേദനിച്ചായിരിക്കുന്ന, ആമേൻ, നിങ്ങളെയും എടുത്തുയർത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും, എൻ്റെ ദൈവത്തിന് കഴിയും. ആമേൻ. ശ്രദ്ധിക്കണമേ. അതുകൊണ്ട് ചില വാക്കുകൾ കേൾക്കുമ്പോൾ, ചില അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മനസ്സുമടുത്തു പോകരുത്. ആമേൻ. ഈ ദൈവവും വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് എൻ്റെ പഴയ പണി മതി എന്ന് പറഞ്ഞ് തൂമ്പായും എടുത്തുകൊണ്ട് കിളയ്ക്കാൻ പോകരുത്. ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുക. ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തെ സ്നേഹിക്കുക. കാരണം ദൈവത്തിന് അവനെ സ്നേഹിക്കുവാൻ ഒരാളെ ആവശ്യമുണ്ട്. നിന്നെ അതിനായി ദൈവം കണ്ടിരിക്കുന്നു, നിന്നെ അതിനായി ദൈവം കണ്ടിരിക്കുന്നു. ആമേൻ. ലോകം ഇങ്ങനെയാണ്. ആമേൻ സ്തോത്രം. ഒരു സമയത്ത് നമ്മോടൊപ്പം കൂടെ നിൽക്കും, ഒരു സമയത്ത് നമ്മളെ പ്രലോഭിപ്പിക്കും, ഒരു സമയത്ത് നമ്മെ സന്തോഷിപ്പിക്കും. ആമേൻ. ശ്രദ്ധിക്കണമേ. എന്തുകൊണ്ടാണ് ആമേൻ സ്തോത്രം കള്ളക്കുറ്റം പറച്ചിലുണ്ടായത്? പ്രലോഭനത്തിന് യോസേഫ് വഴിപ്പെട്ട്
കേട്ടില്ല. ആമേൻ സ്തോത്രം. എന്തിനാണ് നിങ്ങൾക്ക് വിരോധമായി പലരും ഇല്ലാത്തത് പറയുന്നത്? അവർ വിചാരിക്കുന്നത് പോലെ നിങ്ങൾ ആകുന്നില്ല. ആമേൻ. അത് തന്നെ ദൈവം തന്നൊരു ഭാഗ്യമാണ്. കണ്ടതിനെ പോലെയൊക്കെ ആകാതെ ആമേൻ മര്യാദയ്ക്ക് ദൈവമേ എന്ന് പറഞ്ഞ് ജീവിക്കുവാൻ കഴിയുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. ആമേൻ സ്തോത്രം. നമുക്ക് മാതൃകയാക്കുവാൻ, നമുക്ക് അനുകരിക്കുവാൻ ഇല്ല ഈ ഭൂമിയിൽ ഒരുത്തനും. അവൻ ഉയരത്തിൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ മാതൃക നമ്മുടെ കർത്താവായ യേശു മാത്രം. ആമേൻ. പാസ്റ്റർ മാതൃകയല്ല, പാസ്റ്റർ ഭാര്യയും മാതൃകയല്ല, വിശ്വാസിയും മാതൃകയല്ല, നാട്ടുകാരും മാതൃകയല്ല. മാതൃകയാക്കുവാൻ ഒരുത്തനുമില്ല. ഒരുത്തൻ മാത്രമേ ഉള്ളൂ. അവൻ ഉയരത്തിൽ സ്വർഗത്തിൽ പിതാവായ തേജസ്സിന്റെ മഹിമയുടെ വലത്തു ഭാഗത്ത്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ആമേൻ. അപ്പോൾ നമ്മൾ തിരിച്ചറിയുക. ആമേൻ സ്തോത്രം. അവർ നമ്മളെ ഒഴിവാക്കി, ഇവർ നമ്മളെ ഒഴിവാക്കി, അവർ നമ്മളെക്കുറിച്ച് പറയുന്നു ലോകം അങ്ങനെയാണ്. അവർ ആഗ്രഹിക്കുന്നത് പോലെ നമ്മളായില്ലെങ്കിൽ, അവർ ആഗ്രഹിക്കുന്ന അവസ്ഥയിൽ നമ്മളായില്ലെങ്കിൽ ലോകം നമ്മളെ ഒരു സമയം കഴിയുമ്പോൾ കുറ്റം പറയുവാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ തിരിച്ചറിയുക. ആമേൻ. നമ്മുടെ ആമേൻ സ്തോത്രം, ഈ സ്തോത്രം നമ്മുടെ സന്തോഷം, അല്ലെങ്കിൽ നമുക്ക് ദൈവത്തെ സേവിക്കുവാൻ കഴിയുന്ന ആ അവസ്ഥയിൽ തുടരുവാനുള്ള സന്തോഷം. ആമേൻ. ദൈവത്തെ സ്നേഹിക്കുവാൻ, സേവിക്കുവാൻ കഴിയണമെങ്കിലും, ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയണമെങ്കിൽ ഒരു സന്തോഷം ആവശ്യമുണ്ട്. കേൾക്കണമേ, അത് ലോകം തരുന്ന സന്തോഷമല്ല. ആമേൻ സ്തോത്രം. ആ സന്തോഷത്തിന്റെ താക്കോൽ അത് ലോകത്തിൽ ആരുടെ കയ്യിലും നമ്മൾ ഏൽപ്പിക്കരുത്. ആമേൻ. ശ്രദ്ധിക്കണമേ, മദ്യപാനികളോട് ചോദിച്ചാൽ മദ്യപാനികൾ പറയും ആമേൻ എനിക്ക് സുഖിക്കണം, എനിക്ക് സന്തോഷിക്കണം, ഞാൻ അതുകൊണ്ട് മദ്യപിക്കുന്നു. ആമേൻ സ്തോത്രം. മറ്റൊരു രീതിയിൽ ജീവിക്കുന്നവരോട് ചോദിച്ചാൽ അവൻ പറയും എനിക്ക് സന്തോഷിക്കണം, എനിക്ക് സുഖിക്കണം, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ജീവിക്കുന്നു, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്ത് ജീവിക്കുന്നു. എന്നാൽ ഒരു ദൈവ പൈതൽ സന്തോഷിക്കുന്നത് അങ്ങനെ ലോകം ചെയ്യുന്ന പ്രവർത്തികൾ ചെയ്തിട്ടല്ല. ആമേൻ. അത് മനുഷ്യന്റെയും ആമേൻ ലോക മനുഷ്യന്റെയും നമ്മുടെയും തന്നെ പലപ്പോഴുമുള്ള തെറ്റിദ്ധാരണയാണ്. വിശുദ്ധ വേദപുസ്തകം പറയുന്നു യഹോവയിൽ രസിച്ചുകൊള്ളുക. ആമേൻ സ്തോത്രം. രസിക്കണം. ആമേൻ. എൻജോയ് ചെയ്യണം. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളെ ഏറ്റവും അധികം ചിരിപ്പിക്കുന്നത്, നിങ്ങളുടെ മുഖത്ത് ഏറ്റവും നല്ല ചിരി വരുത്തുന്നത് ഈ ലോകത്തിലെ ഒരു മനുഷ്യന്റെ വാക്കുകളാകരുത്. ഈ ലോകത്തിലെ ഒരു മനുഷ്യൻ പറയുന്ന ചില ആമേൻ ആമേൻ നിങ്ങളെ മോഹിപ്പിക്കുന്ന മനോഹര സുന്ദരങ്ങളായ പൊട്ട വാഗ്ദത്തങ്ങളാകരുത്. നിങ്ങളുടെ മുഖത്തെ ഏറ്റവും അധികം ചുമപ്പിക്കേണ്ടതും ഏറ്റവും അധികം സന്തോഷിപ്പിക്കേണ്ടതും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിലായിരിക്കണം. അതാണ് ബൈബിൾ പറയുന്നത്. യഹോവയിൽ രസിച്ചുകൊള്ളുവിൻ, യഹോവയിൽ രസിച്ചുകൊള്ളുവിൻ. തീർന്നില്ല. ബൈബിൾ പിന്നെയും പറയുന്നു ആമേൻ അവനെ രുചിച്ചറിയുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എൻജോയ് ചെയ്യണം. ആമേൻ. ദൈവത്തെ എൻജോയ് ചെയ്യണം, ആസ്വദിക്കണം. എന്തിലാണ് ആസ്വദിക്കുവാനുള്ളത്? ഈ വേദപുസ്തകം എടുത്ത് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വായിച്ചു നോക്കണം. നിന്റെ അടിസ്ഥാനങ്ങളെ മാറ്റുന്ന, നിന്റെ കുടുംബത്തിൽ ആർക്കും പ്രാപിച്ചെടുക്കുവാൻ കഴിയാത്ത, പേര് പെരുമ പ്രശസ്തിയോടുകൂടെ നിന്നെ ഉയർത്തുവാനും മാനിക്കുവാനും കഴിവുള്ള ഒരു ദൈവം ഉണ്ട് എന്നുള്ളൊരു തിരിച്ചറിവിൽ സന്തോഷിക്കണം. ഏത് പ്രശ്നം വരുമ്പോഴും, ഏത് പ്രതിസന്ധി വരുമ്പോഴും ചിരിക്കുവാൻ കഴിയണമെങ്കിൽ ആമേൻ പ്രശ്നം വരുമ്പോൾ നമ്മൾ തിരിച്ചറിയണം ദൈവം ഇതല്ലല്ലോ എന്നോട് പറഞ്ഞത്. ആമേൻ. ഹല്ലേലൂയ. ലോകം പറയും നീ തീർന്നടാ. ആമേൻ. നമ്മൾ പറയണം ഇല്ലല്ലോ, ദൈവം അങ്ങനെ പറഞ്ഞില്ലല്ലോ. ആമേൻ സ്തോത്രം. രോഗം വരുമ്പോൾ ആമേൻ സ്തോത്രം, ലോകം പറയും, ഡോക്ടർ പറയും നീ തീർന്നു, നീ ഇനി പൊങ്ങി വരത്തില്ല, നീ ഇനി രക്ഷപ്പെടത്തില്ല. പക്ഷെ നമ്മൾ പറയണം ദൈവം അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ആമേൻ. ബൈബിൾ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. കാരണം നമ്മൾ ബൈബിളിൽ രസിക്കുന്നവരാണ്, നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ രസിക്കുന്നവരാണ്, ദൈവത്തിന്റെ വചനത്തിൽ എൻജോയ് ചെയ്യുന്നവരാണ്, ദൈവത്തിന്റെ വചനത്തെ ആസ്വദിക്കുന്നവരായി നമ്മൾ മാറണം. കേൾക്കണമേ, ലോകം നമ്മെ പ്രലോഭിപ്പിക്കുന്ന പല വാക്കുകളുമായി മുൻപോട്ട് വരും, നമ്മെ സന്തോഷിപ്പിക്കുന്ന വാക്കുകളുമായി മുൻപോട്ട് വരും. ഏകദേശം അവൻ സ്തോത്രം 6-7 വർഷമായി പ്രഭാതം എന്നെ എന്ന പേരിൽ മെസ്സേജുകൾ എല്ലാ ദിവസങ്ങളിലും ചെയ്യുന്നവരാണ് ഞങ്ങൾ. ആമേൻ. പ്രൈസ് ഫാമിലിയിൽ നിന്ന് എല്ലാവർക്കും അത് ലഭിക്കുന്നതാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല, അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ആമേൻ. ഏകദേശം 2000-ൽ പരം മെസ്സേജുകൾ ഉണ്ടാകുമെന്നാണ് എൻ്റെ കണക്ക് കൂട്ടൽ. ആ മെസ്സേജുകളെല്ലാം വിശുദ്ധ വേദ പുസ്തകത്തിൽ നിന്നാണ്. ഓരോ ഭാഗങ്ങൾ ധ്യാനിക്കും. ആ ധ്യാനിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരുന്ന ആലോചനകൾ, ചില സാക്ഷ്യങ്ങൾ ചേർത്ത്, ചില ദർശനങ്ങളുടെയൊക്കെ വെളിച്ചത്തിൽ ആമേൻ ഒപ്പമായിരിക്കുന്ന ജനത്തിന് വേണ്ടി അത് പങ്കുവെച്ച് നൽകാനുണ്ട്. ആമേൻ. ചില സമയത്ത് ബൈബിൾ വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ആമേൻ രോഗികളെ ആമേൻ കാൽവരി ക്രൂശിൽ തനിക്ക് ഏൽപ്പിക്കപ്പെട്ട അടിപ്പിണരാൽ രോഗത്തെ സൗഖ്യമാക്കി. ആമേൻ സ്തോത്രം. എല്ലാ ശാപത്തെയും നീക്കി കളഞ്ഞു. ആമേൻ. ബൈബിൾ അത് പറയുന്നുണ്ടല്ലോ പത്രോസിന്റെ ലേഖനത്തിൽ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലും. ആമേൻ. അതേക്കുറിച്ച് ആമേൻ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ശ്രദ്ധിക്കണമേ. ആ മെസ്സേജ് കഴിഞ്ഞപ്പോൾ ആമേൻ സ്തോത്രം ഒരു സഹോദരി, ഒന്നല്ല ഒരുപാട് പേർ വിളിച്ചു, എങ്കിലും ഇരിക്കട്ടെ, ഒരു സഹോദരി വിളിച്ചിട്ട് വളരെ സന്തോഷത്തോടെ പറഞ്ഞു, ദൈവദാസനെ, ഈ കാലഘട്ടത്തിൽ നിങ്ങളെ പോലെ ഉള്ളവരെയാണ് ആവശ്യം. എന്ത് ശക്തമായി, എന്ത് മനോഹരമായി
മനോഹരമായി നിങ്ങൾ പറഞ്ഞു. ആമേൻ. യേശു എല്ലാം ക്രൂശിൽ ചെയ്തു തീർത്തു. യേശു എല്ലാം ചെയ്തു തീർത്തു. ആമേൻ. ഓ സ്തോത്രം. നിങ്ങൾ വളരെ മനോഹരമായി പ്രസന്റ് ചെയ്തു. നിങ്ങൾ വളരെ മനോഹരമായി കുറേ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആ സഹോദരി ചോദിക്കുകയാണ്, ദേവദാസനെ നിങ്ങൾക്ക് എന്താ സന്തോഷമൊന്നും വരാത്തത്? നല്ല വാക്കുകളല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു ശരി, അങ്ങനെ പുറത്തുനിന്ന് സന്തോഷം എടുക്കുവാനൊന്നും ഇല്ല എന്ന് ഉള്ളാലെ പറഞ്ഞുകൊണ്ട് ആ ശരി സഹോദരി സന്തോഷമായി എന്ന് പറഞ്ഞു വെച്ചു. ആമേൻ. ചില ദിവസങ്ങൾ കഴിഞ്ഞ് വായിച്ചു പോകുകയിൽ അടുത്തൊരു ഭാഗത്തേക്ക് വന്നു. ആമേൻ. സ്തോത്ര. ശാപത്തെ യേശു നീക്കും. ആമേൻ. സ്തോത്ര. ആമേൻ. ശാപത്തിന് കീഴിലായിരിക്കുന്നവരെ യേശു പുറത്തു കൊണ്ടുവരും, രോഗികളെ സൗഖ്യമാക്കും. ആ മെസ്സേജ് ചെയ്തപ്പോൾ ഇതേ സഹോദരൻ തന്നെ വിളിച്ചു പറഞ്ഞു, മുടിഞ്ഞവന്മാർ കാലമാടന്മാർ യേശുവിനെ വിറ്റ് ജീവിക്കുന്നു, ഇവനൊന്നും വേറെ വേലയില്ല, ഇതെല്ലാം ക്രൂശിൽ കഴിഞ്ഞു പോയതല്ലേ, നിനക്കൊന്നും ബോധമില്ലേടാ എന്ന് പറഞ്ഞു. ആമേൻ. കുറേ വാക്കുകൾ അപ്പോഴും ചിരിയോടെ തന്നെ കേട്ടു. കാരണം ആമേൻ, എനിക്കറിയാം അന്ന് സന്തോഷിക്കാത്തത് കൊണ്ട് ഇന്ന് ദുഃഖിക്കാനും എനിക്ക് സൗകര്യമില്ല. ആമേൻ. സ്തോത്ര. അന്ന് ഞാൻ അവരുടെ വാക്ക് കേട്ട് സന്തോഷിച്ചിരുന്നെങ്കിൽ ഞാനൊരു കരാറിലാണ് ഒപ്പിടുന്നത്. എന്താ? നമ്മെ സന്തോഷിപ്പിച്ചവർക്ക് നാളെ നമ്മെ ദുഃഖിപ്പിക്കാനും ആമേൻ അനുവാദം കൊടുക്കുകയാണ് ചെയ്യുന്നത്. സന്തോഷത്തിൻ്റെ വാക്ക് കേട്ട് നമ്മൾ സന്തോഷിച്ചു, ദുഃഖത്തിൻ്റെ വാക്ക് കേട്ട് നമ്മൾ ദുഃഖിക്കണം. പോയി പണി നോക്കാൻ പറ. ആരുടെ വാക്ക് നമ്മളെ സന്തോഷിക്കരുത്, ദൈവത്തിൻ്റെ വചനങ്ങളായിരിക്കണം നമ്മളെ സന്തോഷിപ്പിക്കേണ്ടത്. ആമേൻ. അതിങ്ങനെ മാറ്റി മാറ്റി പറയത്തില്ല. ആമേൻ. സ്തോത്ര. ആമേൻ. ഇതുപോലെ ഒത്തിരി അനുഭവങ്ങൾ പറയുവാനുണ്ട്. ആമേൻ. സ്തോത്ര. നരകത്തെക്കുറിച്ച് പ്രസംഗിച്ചപ്പോൾ കയ്യടിയുമായിട്ടൊരു കൂട്ടം. ആമേൻ. അത് കഴിഞ്ഞ് ആമേൻ. സ്തോത്രം. പത്രോസിൻ്റെ വലയ നിറച്ചും കടം തീക്കുമെന്ന് പ്രസംഗിക്കുമ്പോൾ ഓ സ്തോത്രം, അത് അടുത്ത് വ്യക്തമായി അറിയുന്ന ഒരാൾ തന്നെ ഒരു ദിവസം വണ്ടി തടഞ്ഞു നിർത്തി പറയുക, നീ യേശുവിനെ വിറ്റ് ജീവിക്കുകയാണോടോ? ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു, അവൻ്റെ അപ്പൂപ്പന് സ്ത്രീധനം കിട്ടിയത് വരെ വിറ്റ് തിന്ന് വാടക വീട് വിൽക്കാൻ വേണ്ടി അന്വേഷിച്ച് നടക്കുന്നവൻ എന്നോട് ചോദിക്കുന്നു യേശുവിനെ വിറ്റ് തിന്നുന്നു. ആമേൻ. സ്തോത്ര. നമ്മൾ യേശുവിനെ വിറ്റ് എന്നുള്ള വീടും കുടുംബവും ഒന്നും വിറ്റ് തിന്ന് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടായി മാറുന്നില്ലല്ലോ. അപ്പോൾ തിരിച്ചറിയണമേ, ലോകം ഇങ്ങനെയാണ്. ചില സമയത്ത് സന്തോഷിപ്പിക്കും, ചില സമയത്ത് ദുഃഖിപ്പിക്കും. അപ്പം നമുക്കൊരു ഉറപ്പ് വേണം, ഞാൻ സന്തോഷിക്കുന്നത് എൻ്റെ ദൈവത്തിൽ മാത്രമായിരിക്കും. അതിന് ആമേൻ. സ്തോത്രം. മദ്യം വേണ്ട, മറ്റെന്തെങ്കിലും കൂട്ടുകെട്ട് വേണ്ട. ആമേൻ. നല്ലതുപോലെ ബൈബിൾ വായിക്കുക, വചനം ധ്യാനിച്ചുകൊണ്ടേ ഇരിക്കുക. ചിലത് കേൾക്കുമ്പോൾ അറിയാതെ ചിരി വരും, ചിലത് കേൾക്കുമ്പോൾ അറിയാതെ സന്തോഷം വരും. എൻ്റെ ദൈവം എത്ര വലിയവൻ. ആമേൻ. ആ ദൈവത്തിൻ്റെ വചനത്തിൽ എൻജോയ് ചെയ്യുക. നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോൽ ദൈവത്തിൻ്റെ വചനമായിരിക്കണം, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളായിരിക്കണം, ദൈവത്തിൻ്റെ അരുളപ്പാടുകളായിരിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്, അതിനെ രുചിച്ചറിവേൻ. ഒരു ഇഷ്ടപ്പെട്ട ഒരു ഐസ്ക്രീം ഒരു കുഞ്ഞു നുണയുന്നത് പോലെ ദൈവത്തിൻ്റെ വചനത്തെ നുണഞ്ഞ് സന്തോഷിക്കണം. വലിയ പെട്ടെന്ന് ഐസ്ക്രീം തിന്നിട്ട് അങ്ങ് പോകും, വായിക്കാകൊക്കെ ഒരുമാതിരി ആക്കി. പക്ഷേ പിള്ളേരങ്ങനെ പോകത്തില്ല. അവരിങ്ങനെ ആസ്വദിച്ച് ഉടുപ്പിലൊക്കെ ആക്കി, ദേഹം മൊത്തം ആക്കി, നാട്ടുകാരെ മുഴുവൻ വിളിച്ചറിയിച്ച് വീട്ടുകാരെ നിന്ന് തെറിവിളിയും കേട്ടിട്ട് അവർ നിർത്തത്തുള്ളൂ. പക്ഷേ അവരുടെ ആസ്വാദനം ഒരു വേറെ ലെവലാണ്. ആര് കുറ്റം പറഞ്ഞാലും ദൈവത്തിൻ്റെ വചനം ആസ്വദിക്കുന്നതിൽ നിന്ന് വിട്ടുകളയരുത്. ദൈവം ഉയർത്തുമെന്ന് പറഞ്ഞാൽ ഉയർത്തും. ആമേൻ. നീ അവനെ സ്നേഹിക്കുമെങ്കിൽ പൊട്ടക്കുഴിയാണെങ്കിലും കാരാഗ്രഹമാണെങ്കിലും ഇരുമ്പറയാണെങ്കിലും അടിമ വീടാണെങ്കിലും അവിടെ നിന്നെ ഉയർത്തുവാൻ കഴിയുന്ന, നിന്നെ മാനിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. നിന്റെ സന്തോഷത്തിന്റെ താക്കോൽ അത് ദൈവത്തിന്റെ വചനമായിരിക്കണം. ആമേൻ. ആര് സന്തോഷിപ്പിക്കാൻ വന്നാലും, ആര് മോഹന വാഗ്ദത്തങ്ങളുമായി വന്നാലും പറയണം, ആമേൻ, ഓ ശരി ഞാൻ ഏറ്റെടുത്തു, കൊള്ളാം, അവിടെ വെച്ച് നിർത്തിക്കൊള്ളണം. ആമേൻ. സന്തോഷം മുഴുവൻ ദൈവത്തിലായിരിക്കണം. എൻ്റെ ദൈവം നിന്നെ മാനിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവം നിന്നെ മാനിക്കും. നിങ്ങൾ ചോദിക്കുക, എന്താണ് ദൈവദാസന്റെ തെളിവ്? അതുകൊണ്ടാണ് ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ടേ ഇരിക്കുന്നത്. മൂന്നാമതായി, മനുഷ്യർ ചെയ്യുന്ന തിന്മയാണ് അവഗണന. ഉൽപ്പത്തി പുസ്തകം 40-ാം അധ്യായം 23-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അവനെ ഓർക്കേണ്ട ഒരു മനുഷ്യൻ, യോസേഫിനെ ഓർക്കേണ്ട ഒരു മനുഷ്യൻ ഓർക്കാതെ പോയി. കേൾക്കണമേ, യോസേഫിനെ ഓർക്കുമെന്ന് യോസേഫ് കരുതി. ഇവൻ അവൻ തലപോകാത്ത സന്തോഷത്തിൽ തിരികെ തൻ്റെ സ്ഥാനത്തേക്ക് പ്രവേശിക്കുവാൻ കടന്നു പോയപ്പോൾ അവൻ കെട്ടിപ്പിടിച്ച് യോസേഫിനോട് പറഞ്ഞു, യോസേഫേ, നീ ഒരു ഭയങ്കര സംഭവമാണ്. നിന്നെപ്പോലൊരുത്തനെ കണ്ടു കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോയേനെ. നീ പ്രവചിച്ചു, അതുപോലെ ഇതാ സംഭവിച്ചു. നിന്റെ ദൈവം വലിയവനാണ്, ഞാൻ നിന്നെ ഒരിക്കലും മറക്കത്തില്ല. നീ ചങ്കാണ്, കരളാണ്, മാങ്ങയാണ്, തേങ്ങയാണ്, ചക്കയാണെന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ചിട്ട് പോയി. യോസേഫും വിചാരിച്ച് കാണും, ഇപ്പോൾ കൊട്ടാരത്തിൽ നിന്ന് വിളി വരും, അവിടെ പാനപത്രവാഹകൻ്റെ ആമേൻ സ്തോത്രം പാത്രവും കൊണ്ട് നടക്കാം. യോസേഫ് അങ്ങനെയൊന്നും ചിന്തിക്കത്തില്ല. നമ്മളാണെങ്കിൽ ചിന്തിക്കും, ആമേൻ, അവന് പാനപാത്രം കിട്ടുമ്പോൾ നമുക്കതിൻ്റെ ബേക്ക് നടക്കാൻ തുടയ്ക്കാനുള്ള ആമേൻ സ്തോത്രം ആ കർച്ചീഫെങ്കിലും കിട്ടും. അവൻ സ്തോത്രം രാജാവിന് വീഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ നിലമെങ്കിലും തുടച്ചു വൃത്തിയാക്കും. ആമേൻ. നമ്മുടെ ആഗ്രഹം അതായിരിക്കും. പക്ഷേ ആമേൻ, അവൻ അവഗണിച്ചു കളഞ്ഞു. ആമേൻ സ്തോത്രം. കണ്ട ഭാഗം നടിച്ചില്ല. ആമേൻ. എന്താ അതിന് കാരണം? ആമേൻ, അവഗണന സമം. ആമേൻ. അങ്ങനെ ഇപ്പം ഞാൻ മുഖാന്തരം നീ രക്ഷപ്പെടണ്ട. ആമേൻ സ്തോത്രം. അവൻ അത്രമാത്രമല്ല, ഇനി യവനെ ഞാൻ കൊട്ടാരത്തിനകത്ത് കൊണ്ടുവന്ന യവൻ
എന്നെക്കാളും എങ്ങാനും വലിയവനായാൽ, ഇവൻ രാജാവിൻ്റെ അടുത്ത് സ്വപ്നം വല്ലതും പ്രവചിച്ച് ഇവൻ വലിയ ആളായാലോ, പിന്നെ ഞാൻ ഇവൻ്റെ പിന്നാലെ അത് വേണ്ട. ഇപ്പം പലരുടെയും പ്രശ്നം അതാ, ഞാൻ മുഖാന്തരം നീ രക്ഷപ്പെടണ്ട, ഞങ്ങൾ മുഖാന്തരം അങ്ങനെ നീ സന്തോഷിക്കണ്ട, ഞങ്ങൾ മുഖാന്തരം അങ്ങനെ നീ സമാധാനമായിട്ട് ജീവിക്കണ്ട. അത് പറഞ്ഞാൽ പണി തന്ന് വീട്ടിനകത്ത് ഇരുത്തിയിരിക്കുന്ന നീ പുറത്ത് വരുന്നതെന്ന് കാണണം. ആമേൻ. നീ രക്ഷപ്പെടുന്നതെന്ന് നീ അവിടെ തന്നെ കിടക്കണം. അതേ കരച്ചിൽ, അതേ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരുപക്ഷെ പാനപാത്രവാഹൻ വെളിയിൽ കൂടെ പോകുമ്പോൾ, യോസഫേ ഞാൻ മറന്നിട്ടില്ല, ഞാൻ പറയുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യാടാ? ആമേൻ. പാവം അങ്ങേര് കേൾക്കുന്നില്ല, രാജാവ് കേൾക്കുന്നില്ല, പഴയതുപോലെ ചെവിയില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കടന്നു പോകുമായിരിക്കാം. പക്ഷേ കേൾക്കണമേ. ആമേൻ. സ്തോത്രം. ദൈവം യോസേഫിന് വേണ്ടി ആമേൻ അവഗണിച്ച് കളഞ്ഞ ദാസന്റെ രാജാവിന്റെ ഉറക്കത്തെ കെടുത്തി. ആമേൻ. സ്തോത്രം. അവനെ ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിച്ച് കാരാഗ്രഹത്തിൽ നിന്ന് യോസേഫിനെ പുറത്തു കൊണ്ടുവരിപ്പിച്ചു. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ. ആമേൻ. ലോകം നിന്നെ അവഗണിക്കുമ്പോൾ തിരിച്ചറിയുക, ദൈവം നിന്നെ ഓർക്കും. ആമേൻ. ആര് നിന്നെ മറന്നാലും, ആര് നിന്നെ അവഗണിച്ചാലും, ആര് നിന്നെ കണ്ടില്ലെങ്കിലും, ആര് നിന്നെ കേൾക്കുന്നില്ലെങ്കിലും, ആര് നിന്നെ അറിയുന്നില്ല എങ്കിലും, നിന്നെ അറിയുന്ന, നിന്നെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ഏതവസ്ഥയിലും നിന്നെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. ഭൂമി മുഴുവൻ ശവങ്ങളെ കൊണ്ട് നിറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിൽ എല്ലായിടത്തും ശവമാ, നോക്കുന്നിടത്ത് എല്ലാം ശവമാ. ഈ വൃത്തികെട്ട കാഴ്ച കാണണ്ട, സ്വർഗത്തിന്റെ വാതിലുമടച്ച് ചാരിക്കടന്ന് ഉറങ്ങാമെന്ന് ദൈവം വിചാരിച്ചില്ല. ആ ശവങ്ങളുടെ മധ്യത്തിൽ ശവമാകാത്ത ഒരുത്തനെ ദൈവം ഓർത്തു. നോഹേ. ആമേൻ. കേൾക്കണമേ. ആമേൻ. ദൈവം നിന്നെ ഓർക്കും. എന്തൊക്കെ ഈ ലോകത്ത് കാഴ്ചകൾ മാറി മാറി വന്നാലും, ആരൊക്കെ കാണുവാൻ പറ്റാത്തവരായി മാറിയാലും, എൻ്റെ ദൈവം നിന്നെ മറന്നു കളയത്തില്ല. എൻ്റെ ദൈവം നിന്നെ ഓർക്കും. നിന്നെ ചില സ്ഥാനങ്ങളിൽ എൻ്റെ ദൈവം നിന്നെ കൊണ്ടു ചെന്ന് നിർത്തും. ആമേൻ. എന്തിനാ? ആമേൻ. സ്തോത്രം. രാജാവിൻ്റെ ഉറക്കത്തെ ദൈവം കളഞ്ഞത് മനഃപൂർവ്വമായി യോസേഫിനെ മറന്നു കളഞ്ഞവൻ്റെ മുൻപിൽ കൊണ്ട് യോസേഫിനെ നിർത്തുവാൻ വേണ്ടി. കേൾക്കണമേ. ഒരു പക്ഷേ ഈ സ്തോത്രം ഈ പാനപാത്രവാഹകൻ രാജാവിനോട് പറഞ്ഞിരുന്നെങ്കിൽ എന്ത് പറയും? ആമേൻ. രാജാവിനോട് പറയും, രാജാവേ എൻ്റെ കൂടെ ആ കാരാഗ്രഹത്തിനകത്ത് ഒരുത്തനുണ്ടായിരുന്നു, അവൻ നല്ലവനാണ്, അവൻ കുഴപ്പമില്ല, അവൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, അവനെ നീ വിട്ടയക്കുക. ഒന്ന്. അല്ലെങ്കിൽ പറയും, അവൻ നല്ലവനാണ്, വിശ്വസ്തനാണ്, നമുക്കിവിടെ ജോലിക്കെടുത്താലോ. എന്ത് ജോലിയായിരിക്കും? ആമേൻ. ഈ പറഞ്ഞതുപോലെ പാനപാത്രവാഹകൻ വീഞ്ഞും കൊണ്ടുപോകും, പാനപാത്രവാഹകന്റെ പിന്നാലെ യോസേഫ് തോർത്തും കൊണ്ട് നടക്കും. അയ്യോ, എന്തൊരു മോശം ജീവിതം. ആമേൻ. സ്തോത്രം. അതൊന്നും ദൈവത്തിന്റെ മക്കൾക്ക് പറ്റത്തില്ല. ആരുടെങ്കിലും പിന്നാലെ തോർത്തും കൊണ്ട് നടക്കുവാനുള്ളവനല്ല നീ. ആമേൻ. സ്തോത്രം. ആമേൻ. ശ്രദ്ധിക്കണമേ. ആമേൻ. സ്തോത്രം. അവിടെ ആമേൻ അവനെ മറന്നു കളഞ്ഞതുകൊണ്ട്, ആമേൻ. സ്തോത്രം. മനഃപൂർവമായി അവൻ മറന്ന് കളഞ്ഞതുകൊണ്ട് അവഗണിക്കുവാൻ കഴിയാത്ത സ്ഥാനത്ത് എൻ്റെ ദൈവം യോസേഫിനെ കൊണ്ടുചെന്നിരുത്തി. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പിന്നാലെ ആമേൻ തുണിയും കൊണ്ട് നടക്കാനല്ല, ആമേൻ രാജാവിൻ്റെ അടുത്ത സ്ഥാനം എന്ന് പറഞ്ഞാൽ യോസേഫിനും വീഞ്ഞു കൊടുത്തിട്ടേ അവൻ വീട്ടിൽ പോകത്തുള്ളൂ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ചിലർ ഓർക്കാതിരിക്കുമ്പോൾ തിരിച്ചറിയുക, നിന്റെ ഗതി മാറാൻ പോവുക. ആമേൻ. ചിലർ മറന്നു പോയതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ആ പൊട്ടം മറന്നു പോയതിനായി കർത്താവേ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അവൾ എന്നെ ഓർക്കാത്തതിനായി ഞാൻ എന്നെ അങ്ങയെ സ്തുതിക്കുന്നു. അവൾ എന്നെ ആമേൻ സ്തോത്രം ഒഴിവാക്കിയതിനായി ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. അവർ തിരിഞ്ഞു നിൽക്കുന്നതിനായി ഞാൻ എൻ്റെ ദൈവമേ അങ്ങയെ സ്തുതിക്കുന്നു. നിന്റെ ഗതി മാറ്റുന്ന വിധത്തിൽ എൻ്റെ ദൈവം ചിലരെ കൊണ്ട് നിന്നെ ഓർമ്മിപ്പിക്കും. ആമേൻ. ഹല്ലേലൂയ. നിന്റെ ജീവിതം മാറും വിധത്തിൽ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ആമേൻ ചിലർ നിങ്ങളെ ഓർക്കുന്നില്ല, ചിലർ നിങ്ങളെ പരിഗണിക്കുന്നില്ല, ഭാരത്തോടെ ആയിരിക്കുന്നു. കേൾക്ക്, നിങ്ങളുടെ ജീവിതത്തെ മാറ്റുവാൻ കഴിവുള്ളവർ, വാഗ്ദത്ത നിവൃത്തിയിലേക്ക് നിങ്ങളെ കൊണ്ടുചെന്നെത്തിക്കുവാൻ കഴിവുള്ളവരെ ദൈവം നിങ്ങളെ ഓർക്കുന്നവരാക്കി മാറ്റും. ആമേൻ. ശ്രദ്ധിക്കണമേ. അടുത്ത് ആമേൻ മനുഷ്യർ ചെയ്യുന്ന തിന്മയാണ് തമ്മിൽ അകറ്റുക. ശ്രദ്ധിക്കണമേ. തമ്മിൽ അകറ്റുക. ഉൽപ്പത്തി പുസ്തകം 37-32 അപ്പനിൽ നിന്ന് മകനെ അകറ്റി. അപ്പൻ സന്തോഷിച്ച് ഉടുപ്പും വാങ്ങിക്കൊടുത്ത് സഹോദരന്മാരുടെ വിശേഷം അന്വേഷിച്ചറിയുവാൻ നടക്കുന്ന പറഞ്ഞുവിടുന്ന ആ ഭയങ്കര സ്നേഹം അപ്പനും മകനും തമ്മിൽ. ആ സ്നേഹത്തെ കണ്ടിട്ട് അവന്മാർക്ക് സഹിച്ചില്ല, തമ്മിലകറ്റി. ആമേൻ. തമ്മിലടിപ്പിക്കുന്ന ഒരു പൈശാചിക മണ്ഡലം. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എവിടെയെങ്കിലും സന്തോഷത്തോടെ സമാധാനത്തോടെ നിന്നാൽ, 4 പേർ ഒരുമിച്ച് നിന്നാൽ, 5 പേർ ഒരുമിച്ച് നിന്നാൽ, ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ അതിനെ പരസ്പരം പറഞ്ഞ് തമ്മിലടിപ്പിക്കുന്ന, ആമേൻ അതും ഇതും പറഞ്ഞ് തമ്മിലടിപ്പിക്കുന്ന, അപ്പനെയും മകനെയും തമ്മിലടിപ്പിക്കുന്നത് പോലെ സഹോദരങ്ങളെ തമ്മിലടിപ്പിക്കുന്ന, കൂട്ടുവിശ്വാസികളെ തമ്മിലടിപ്പിക്കുന്ന, വിശ്വാസികളെ തമ്മിലടിപ്പിക്കുന്ന യേശുവിൻ നാമത്തിൽ ഒരുമിച്ച് ജീവിക്കുവാൻ കഴിയാതെ
കുടുംബമായി ഒരുമിച്ച് ജീവിക്കുവാൻ അനുവദിക്കാതെ, മക്കളായി, ഭാര്യയായി, ഭർത്താവായി, നല്ലൊരു ജോലിക്കാരനായി, നല്ലൊരു വിശ്വാസിയായി, നല്ലൊരു ശുശ്രൂഷകനായി ഒരുമിച്ച് നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ തമ്മിൽ അടുപ്പിക്കുന്ന, അപ്പനെയും മക്കളെയും തമ്മിൽ അടുപ്പിക്കുന്ന, ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും തമ്മിൽ അടുപ്പിക്കുന്ന, സഹോദരങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്ന എല്ലാ പൈശാചിക മണ്ഡലങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. തമ്മിൽ അടുപ്പിക്കുന്ന പൈശാചിക മണ്ഡലത്തെ കർത്താവ് എന്ന് തകർക്കുവാൻ യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ നാമത്തിൽ നന്ദി യേശുവേ, നന്ദി കർത്താവേ. തമ്മിൽ അടുപ്പിക്കുന്ന നല്ലത് നടക്കുവാൻ വിടാതെ, നല്ലത് അനുഭവിക്കുവാൻ അനുവദിക്കാതെ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന എല്ലാ പോരുകളും, കുടുംബങ്ങൾക്കകത്ത് കലഹമുണ്ടാക്കുന്ന, കുടുംബങ്ങൾക്കകത്ത് കലക്കമുണ്ടാക്കുന്ന, നുഴഞ്ഞു കയറുന്ന, ശത്രുതയുടെ വിത്ത് പാകുന്ന, അമ്മയെയും മക്കളെയും തമ്മിൽ തെറ്റിക്കുന്ന, സഹോദരങ്ങളെ തമ്മിൽ തെറ്റിക്കുന്ന, വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് തമ്മിൽ തെറ്റിക്കുന്ന എല്ലാ പൈശാചിക മണ്ഡലങ്ങൾ പ്രാർത്ഥിക്കുക. തമ്മിൽ തെറ്റിപ്പിക്കുന്ന, തമ്മിൽ അടുപ്പിക്കുന്ന ചില ദുഷ്ടനാവുകൾ യേശുവിൻ നാമത്തിൽ, കലഹിപ്പിക്കുന്ന ചില ദുഷ്ടനാവുകൾ, കലഹിപ്പിക്കുന്ന ചില ചില ദുഷ്ടനാവുകളിൽ നിന്ന്, കലഹിപ്പിക്കുന്ന ചില ദുഷ്ടനാവുകളിൽ നിന്ന്, കലഹിപ്പിക്കുന്ന ചില ദുഷ്ടനാവുകളിൽ നിന്ന്, ചില നാവുകൾ നിന്നെ മുറിപ്പെടുത്തി, ചില നാവുകൾ നിന്നെ തകർത്തു, ചില നാവുകൾ നിന്നെ പൊളിച്ചു. കേൾക്ക്, രാജകീയ പദവിയിൽ സ്തോത്രം, യോസേഫിന് തന്റെ പിതാവുമായി ചേർന്നിരിക്കുവാൻ ദൈവം അവസരം നൽകിയതുപോലെ ഇന്ന് പകലിൽ കേൾക്ക്, വിശ്വാസത്തോടെ ഏറ്റെടുക്ക്. നിന്നെ പൊളിച്ചു കളഞ്ഞ സ്ഥാനത്ത് ഏറ്റവും അനുഗ്രഹമായി ദൈവം പണിയുവാൻ പോകുക. പൊളിയപ്പെട്ട ബന്ധങ്ങളെ ദൈവം ഇന്ന് പണിയുവാൻ പോകുക. ഏൽപ്പിക്ക്. പൊളിയപ്പെട്ട ബന്ധങ്ങളെ വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് പിശാച് പൊളിച്ചു കളഞ്ഞ ബന്ധങ്ങൾ യേശുവിൻ നാമത്തിൽ പൊളിഞ്ഞുപോയ എല്ലാ ബന്ധങ്ങളും പണിയപ്പെടട്ടെ. പൊളിഞ്ഞുപോയ എല്ലാ ബന്ധങ്ങളും, ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ, അമ്മ മക്കൾ ബന്ധങ്ങൾ, സഹോദരി സഹോദരന്മാരുടെ ബന്ധങ്ങൾ, സഭയുടെ ബന്ധങ്ങൾ, എല്ലാ ബന്ധങ്ങൾ പൊളിക്കുന്ന പിശാചിനെ കർത്താവ് തൊടുക. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. പൊളിച്ചു കളഞ്ഞവർ, വിറ്റ് കളഞ്ഞവർ ചാക്കും കൊണ്ട് പിന്നോട് വരുവാൻ തക്കവണ്ണം മഹത്വരമായ സ്ഥാനത്ത് യോസേഫിനെ എടുത്തിരുത്തിയ ദൈവം ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, നിന്നെ തകർത്ത് കളഞ്ഞ ചിലർ നിന്റെ പിന്നാലെ വരുവാൻ തക്കവണ്ണം നീ ദൈവത്തെ സ്നേഹിക്കുക. ഇന്നലകളിൽ തകർത്ത് കളഞ്ഞവർ, ഇന്നലകൾ നിന്റെ കുടുംബത്തിന്റെ സ്വസ്ഥതയെ തകർത്തവർ, നിന്റെ സമാധാനത്തെ തകർത്തവർ, ഒരു വീട്ടിനകത്ത് പോലും ഒരുമിച്ച് സന്തോഷമായി ഇരിക്കുവാൻ കഴിയാതെ പരസ്പരം ശത്രുക്കളാക്കി തീർത്തവർ, പരസ്പരം വൈരാഗ്യത്തിന് വിത്ത് വിളപ്പിച്ചവർ യേശുവിൻ നാമത്തിൽ ചിലതിനെ കർത്താവ് നിന്റെ മുമ്പിൽ വരുത്തുക. യോസേഫിന് മുമ്പിൽ സഹോദരന്മാരെ മുട്ടുകുത്തിച്ച ദൈവം, യോസേഫിന് മുമ്പിൽ തമ്മിൽ അകറ്റിയവരെ മുട്ടുകുത്തിച്ച ദൈവം, യോസേഫിന് മുമ്പിൽ തന്റെ അപ്പനിൽ നിന്ന് അകറ്റിയവരെ കൊണ്ട് തന്നെ തന്റെ അപ്പനെ കൊണ്ടുവരിപ്പിച്ച ദൈവം, ആ ദൈവം ഇന്നും ജീവിക്കുക. നിന്റെ ഭർത്താവിനെ നിന്നിൽ നിന്ന് അകറ്റുന്ന, നിന്റെ ഭാര്യയെ നിന്നിൽ നിന്ന് അകറ്റുന്ന, നിന്റെ മക്കളെ നിന്നിൽ നിന്ന് അകറ്റു. പ്രാർത്ഥിക്കുക. ആ തിന്മയെ ദൈവം നന്മയാക്കി മാറ്റുക. തമ്മിൽ അടുപ്പിക്കുന്ന തിന്മയെ, അസൂയ കൊണ്ട് തമ്മിൽ അടുപ്പിക്കുന്ന നിന്റെ സന്തോഷം കണ്ടിട്ട്, നിന്റെ മുഖത്തെ ചിരി കണ്ടിട്ട്, നീ സന്തോഷമായിരിക്കുന്നത് കണ്ട് നിന്നെ തമ്മിൽ അടുപ്പിക്കുന്ന, നിന്റെ ജീവിതത്തിലെ സമാധാനം കണ്ടിട്ട് നിന്നെ തമ്മിൽ അടുപ്പിക്കുന്ന, നിന്റെ പ്രതീക്ഷകൾ കണ്ടിട്ട്, നിന്റെ വാഗ്ദത്തങ്ങൾ കണ്ടിട്ട്, നിന്റെ ജീവിതത്തിൽ നല്ലതുണ്ടാകരുതെന്ന് പറഞ്ഞ് നിന്നെ തമ്മിൽ അടുപ്പിക്കുന്ന എല്ലാ പൈശാചിക വ്യാപാരങ്ങൾ, എല്ലാ വ്യക്തികളുടെ ഇടപെടലുകളും യേശുവിൻ നാമത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാട്ടെ. ചിലരെ കർത്താവ് കൊണ്ടുവരിക, നിന്റെ മുമ്പിൽ ചിലരെ കർത്താവ് കൊണ്ടുവരിക. ചിലരെ കർത്താവ് നിന്റെ മുമ്പിൽ കൊണ്ടുവരിക. തകർത്ത് കളഞ്ഞ ചിലരെ, നിന്റെ കുടുംബത്തിനകത്ത് വിഷം തൂക്കിയ ചിലരെ, നിന്റെ കുടുംബ ജീവിതത്തിനകത്ത് വിള്ളൽ വീഴ്ത്തിയ ചിലരെ, കൂട്ടുകാരായി കൂട്ടുകാരെന്ന് പറഞ്ഞു കൂടെ നടക്കുന്ന ചിലരെ എന്റെ ദൈവം നിന്റെ മുൻപിൽ കൊണ്ടുവരിക. യോസേഫേ, നീ ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട്, യോസേഫേ, നീ ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് നീ നഷ്ടപ്പെട്ടു പോകുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല.
ചിലര് നിന്നെ ഒഴിവാക്കിയ, നിന്നെ ഒറ്റപ്പെടുത്തിയ, നിന്നെ അവഗണിച്ച, നിന്നെ നിന്ദിച്ച ചിലർ യേശുവിൻ നാമത്തിൽ താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, ആ തിന്മയെ അങ്ങ് നന്മയാക്കി മാറ്റിയ കൃപയ്ക്കായി. കടമെന്ന തിന്മയെ, ബാധ്യത എന്ന തിന്മയെ, തകർച്ച എന്ന തിന്മയെ, പരാജയം എന്ന തിന്മയെ, രോഗമെന്ന തിന്മയെ അങ്ങ് നന്മയാക്കി മാറ്റിയ കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ, ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ ഈ ആഴ്ച മുഴുവൻ അങ്ങയുടെ കരങ്ങളിൽ വഹിച്ചു പരിപാലിക്കണമേ കർത്താവേ. നടത്തേണ്ട സ്ഥാനത്ത് നടത്തി, ഉയർത്തേണ്ടിടത്ത് ഉയർത്തി, ചേർത്ത് പിടിക്കേണ്ടിടത്ത് ഈ പ്രിയപ്പെട്ടവരെ അങ്ങ് ചേർത്ത് പിടിക്കണമേ അപ്പാ. ഇവർ ഒറ്റയ്ക്കല്ല, ആ ദൈവത്തെ സ്നേഹത്തിൽ നിറയപ്പെടുവാൻ സ്വർഗം സഹായിക്കണമേ. അങ്ങയുടെ വചനത്തിൽ ഇവർ സന്തോഷിക്കട്ടെ, അങ്ങയുടെ വചനത്തിൽ ഇവർ രസിക്കട്ടെ, അങ്ങയോടൊപ്പം ഇവർ ചേർന്ന് നിൽക്കട്ടെ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും, അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.